ഇവിടെ ഇവിടെ ലഹരി എന്നേ നമ്മൾ കാണുന്നുള്ളൂ. അതെവിടെ എന്നുള്ളത് സർക്കാരിൻ്റെ മുമ്പിലുള്ള പ്രശ്നമല്ല. എവിടെയാണെങ്കിലും ലഹരി ഉപയോഗം നമുക്ക് അംഗീകരിക്കാനേ പറ്റുന്ന കാര്യമല്ല. അതിന് ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തിന് പ്രത്യേക പരിഗണന, പവിത്രതയൊന്നുമില്ല. അപ്പോൾ ലഹരി സംബന്ധിച്ച് വിവരം കിട്ടിയാൽ എവിടെയാണെങ്കിലും പരിശോധനകൾ ഉണ്ടാവും. അതിൽ ആരെയും ഒഴിച്ചു നിർത്തില്ല. ഇത് സംബന്ധിച്ച് ഏത് വിവരവും വളരെ ഗൗരവത്തോടെയാണ് ഗവൺമെൻറ് കാണുന്നത്. സിനിമാ സെറ്റിൽ ലഹരി ഉപയോഗം നടക്കുന്നു എന്ന് ക്രെഡിബിളായിട്ട് വിവരം കിട്ടിയാൽ ആ വിവരം, അയ്യോ സിനിമാ സെറ്റല്ലേ, സിനിമാ സെറ്റിന് പ്രത്യേകിച്ച് പവിത്രതയൊന്നുമില്ലല്ലോ, അവിടെ ഇത് ഉപയോഗിക്കുന്നു എന്നുള്ള വിവരം കിട്ടി അവിടെയും പരിശോധിക്കേണ്ടി വരും. പക്ഷേ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഷൈൻ ടോം ചാക്കോയൊക്കെ കേരളം ആരാണ് ഭരിക്കുന്നതെന്ന് മനസ്സിലാക്കി കളിക്കുന്നത് നല്ലതായിരിക്കും. അതൊരു ഉദാഹരണം, പണ്ടെല്ലാം ഈ സെലിബ്രിറ്റി സ്റ്റാറ്റസും ഒരു സിനിമയുടെ ഫാൻസ് അസോസിയേഷൻ്റെ ഒരു മറവുമുണ്ടെങ്കിൽ ആ ഗ്യാരണ്ടിയിൽ എന്ത് ക്രിമിനൽ കുറ്റം ചെയ്താലും ഉള്ളിൽ പോകില്ല, ജയിലിൽ പോകില്ല എന്നൊരു ധൈര്യം ഉണ്ടായിരുന്നു. ആ ധൈര്യമെല്ലാം കഴിഞ്ഞുപോയ കാര്യം ഷൈൻ ടോം ചാക്കോയ്ക്ക് നേരം വെളുക്കാത്തത് കൊണ്ടോ അദ്ദേഹം അത് ഇപ്പോഴും മയക്കത്തിലായതുകൊണ്ടോ അറിയാത്തതാണ്. അതുകൊണ്ട് കേരളത്തിൽ ഞാൻ പറയട്ടെ, കേരളത്തിൽ ആ കാലം കഴിഞ്ഞുപോയി. ഷൈൻ ടോം ചാക്കോന് മെൽജോസറുമായിട്ട് ആലോചിച്ചാൽ തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. തുടർ നടപടികൾ നിലവിൽ എന്തെങ്കിലും കേസുണ്ടോ? കേസൊന്നുമില്ല. അപ്പോൾ അത് കേസൊന്നും ഇല്ലാത്ത സ്ഥിതിക്ക് ഇനി വിളിപ്പിക്കണമെങ്കിൽ മെൽജോസറുമായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. കേസില്ല, ഫെയർ ഇല്ലല്ലോ. ഇല്ല അതൊന്നുമില്ല. നമ്മൾ വേറൊരു ഡ്രഗ് ഡീലറെ അന്വേഷിച്ച് പോയതാണ്. അപ്പോൾ ഹോട്ടലിൽ പരിശോധന നടത്തിയപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോ മുറിയെടുത്തായിട്ട് മനസ്സിലായി. അപ്പോൾ ഇയാളവിടെ ഉണ്ടാവുന്ന സംശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മുറി ചെന്ന് മുട്ടിക്കഴിഞ്ഞപ്പോൾ കൂടെ ഉണ്ടായാലും ഒരാൾ മുറി തുറന്നു, ഇയാൾ അവിടെ നിന്ന് ചാടിപ്പോയി. ഒന്നും കിട്ടിയില്ല, മുറിയിലൊന്നും കിട്ടിയില്ല, ഒന്നും കിട്ടിയില്ല. രണ്ടുപേരും അറസ്റ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. അത് അപ്പോൾ എല്ലാ സ്ഥലത്തും നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തും. സിനിമ സെറ്റ് മാത്രമല്ല, എല്ലാ സ്ഥലങ്ങളിലും പരിശോധന നടത്തും. BJP പാർട്ടി നടക്കുന്ന സ്ഥലങ്ങളൊക്കെ ഇടയ്ക്ക് പരിശോധന നടത്താറുണ്ട്. മുറി മുട്ടി വിളിച്ചിട്ട് തുറക്കുന്നുണ്ടായില്ല, പലവട്ടം വിളിച്ചിട്ട് തുറന്നു. അപ്പോൾ പോലീസാണ് സംശയം വന്നിട്ട്. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. ലഹരി ഉപയോഗിച്ച് സിനിമാ സെറ്റിൽ വന്ന് നടിയോട് അപമര്യാദ. ലഹരി പരിശോധനയ്ക്ക് വന്ന പോലീസിനെ വെട്ടിച്ച് ഹോട്ടലിൽ നിന്ന് ചാടി രക്ഷപ്പെടൽ. പിന്നാലെ ഓടാതെ ആൾ തിരിച്ചു വരുന്നതും കാത്ത് പോലീസ്. ഓടി രക്ഷപ്പെട്ടയാൾ ആക്ഷേപ ചിത്രങ്ങളുമായി സർക്കാരിനെയും പോലീസിനെയും നാട്ടുകാരെയും പരിഹസിച്ച് കാണാമറയത്ത്. കേരളം 2 ദിവസമായി കാണുന്ന ഷൈൻ ടോം ചാക്കോയുടെ ലീലാവിലാസങ്ങൾ. ഷൈൻ ടോം ചാക്കോയുടെ മുന്നിൽ കേരള പോലീസും എക്സൈസും സിനിമാ സംഘടനകളും മുട്ടിടിച്ചു നിൽക്കുന്നു. പരാതി കൊടുത്ത നടിയെക്കൊണ്ട് പരാതി പിൻവലിപ്പിക്കാനുള്ള നീക്കം ഇപ്പോൾ അണിയറയിൽ. സിനിമാ സെറ്റുകൾ പവിത്രമായ ഇടമല്ലെന്നും ഷൈനിന് കേരളം ഭരിക്കുന്നത് പിണറായിയാണെന്ന് അറിയില്ലെന്നുമുള്ള MP രാജേഷ്, AA റഹീം വീമ്പുകൾ പതിവ് പോലെ. സിനിമാ സെറ്റുകൾ ലഹരിയുടെ താവളമാക്കുന്നവരെക്കുറിച്ച് എല്ലാവർക്കും അറിയാമെന്നും പരാതിയില്ലാതെ എന്ത് ചെയ്യുമെന്നും പറഞ്ഞ് കൈ കഴുകുന്നവർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൂടി ഓർത്താൽ നല്ലത്. ഷൈൻ ടോം ചാക്കോ മലയാള സിനിമയ്ക്കും കേരള പോലീസിനും ഷെയിമാകുമ്പോൾ പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു. ഷൈൻ ടോം ചാക്കോയുടെ ഷോ അവസാനിപ്പിക്കാറായില്ലേ? പ്രൈം ഡിബേറ്റിൽ തിരക്കഥാകൃത്ത് ശ്രീ അഭിലാഷ് പിള്ള, തിരക്കഥാകൃത്ത് കൂടിയായ ശ്രീ AK സന്തോഷ്, അഡ്വക്കേറ്റ് ആശ ഉണ്ണിത്താൻ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ശ്രീജിത് പണിക്കർ, ഫെഫ്കയുടെ പ്രതിനിധിയായ ശ്രീ ജോസ് തോമസ് എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ ജോസ് തോമസ്, ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസില്ല എന്ന കാര്യം ഉറപ്പാണ്. പക്ഷേ എങ്കിലും ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നടി വിൻസി അലോഷ്യസ് നൽകിയ പരാതി, അത് സിനിമാ സംഘടനകൾക്കാണ് ആ പരാതി നൽകിയത്, ICCക്കും നൽകിയിട്ടുണ്ട്. ഇത് അതീവ ഗുരുതരമായ ഒരു കാര്യമാണല്ലോ. പക്ഷേ ഇപ്പോൾ ഈ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഒരു നടപടിയും എടുക്കാൻ വയ്യാതെ സിനിമാ സംഘടനകൾ കുഴഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, സിനിമാ സെറ്റുകളിൽ മയക്കുമരുന്ന് ഉപയോഗം ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവരും അറിഞ്ഞ കാര്യമാണ്. പക്ഷേ ഈ നടി നൽകിയ പരാതിയിൽ പോലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുന്ന കാര്യം അതേ സിനിമയിലെ, ഈ സൂത്രവാക്യം സിനിമയിലെ സെറ്റിലുള്ളവർക്കും അറിയാമായിരുന്നുവെന്ന്. പക്ഷേ ഇതെല്ലാം അറിഞ്ഞിട്ടും കൂടെ സഹകരിക്കേണ്ടി വരികയാണല്ലോ നടീനടന്മാർക്കും ടെക്നീഷ്യൻസിനുമൊക്കെ. മഞ്ജുഷേ, ആദ്യമായി ഞാനത് പറഞ്ഞു, അതിന്റെ മറുപടി പറയുന്നതിന് മുമ്പ് പറയട്ടെ. ഇപ്പോൾ AR റഹീമിന്റെ ഒരു ബൈറ്റാണ് ഞാൻ കേട്ടത്. അതായത് കേരളം ഭരിക്കുന്നത് ആരാണെന്ന് ഷൈൻ ടോമിനൊന്നും അറിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് ചിരി വന്നു, പൊട്ടിച്ചിരിക്കാൻ. അത് ആർക്കും ചിരി വരുന്ന ഒരു കാര്യമാണ്, ആർക്കും ചിരി വരുന്ന കാര്യമാണത്.
ആർക്കും ശരി വരും. കാരണം കേരളം ഭരിക്കുന്നത് ആരാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഇത്രയധികം ലഹരി വ്യാപനം കേരളത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. കേരളത്തിൽ നല്ല ഭരണകർത്താക്കൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നില്ല എന്നുള്ളതാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇന്ന് ഞാനൊരു വാർത്ത കണ്ടു. വിൻസി അലോഷ്യസ് പരസ്യമായി പറഞ്ഞിരിക്കുന്നു, ഞാൻ നടന്റെ പേര് പറയരുത് എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നടന്റെ പേര് പല സംഘടനകളും പുറത്ത് പറഞ്ഞിരിക്കുന്നു, അല്ലെങ്കിൽ IC-യിൽ പറഞ്ഞിട്ട് അവർ പറഞ്ഞിരിക്കുന്നു. എന്താണ് വിൻസി അലോഷ്യസ് അങ്ങനെ പറയാനുള്ള കാരണം? ആരെയാണ് ഭയപ്പെടുന്നത്? അപ്പോൾ ഇരയായിട്ടുള്ള അല്ലെങ്കിൽ ആ വിൻസി തന്നെ ആ നടന്റെ പേര് പറയണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ സംരക്ഷിക്കപ്പെടുന്നത് എവിടെയാണ്? ഇനി അമ്മ എന്ന് അതുപോലെ ശ്രീ പറയുന്ന ജോസ് തോമസ് association ഫെഫ്കയുടെ ഭാരവാഹി കൂടിയായ താങ്കൾ പൊതുസമൂഹത്തോടല്ല അത് ചോദിക്കേണ്ടത് നിങ്ങളുടെ സിനിമയ്ക്കുള്ളിൽ തന്നെയാണ് ചോദിക്കേണ്ടത്. എന്തുകൊണ്ട് ഒരു നടിക്ക് ഇങ്ങനെ പരാതി പറഞ്ഞിട്ടും ആ പരാതിയിൽ പറയുന്ന ആൾ ആരാണ് എന്ന് വെളിപ്പെടുത്തുവാൻ മടി എന്നുള്ള കാര്യം അവിടെ ഉറപ്പുള്ള കാര്യമാണല്ലോ. ഈ നടിക്ക് ഇനിയും അഭിനയിക്കേണ്ടതാണ്, അപ്രഖ്യാപിത വിലക്ക് വരും, ഇതൊക്കെ അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ സംഘടനകളിൽ വിശ്വാസമില്ല. അല്ല, ഫിലിം എംപ്ലോയീസ് ഫെഡറേഷൻ ഓഫ് കേരള എന്ന് പറയുന്ന ഫെഫ്കയുടെ പ്രതിനിധിയാണ് ഞാൻ. വിൻസി അതിൽ അംഗമല്ല. വിൻസി ഞങ്ങൾക്ക് പരാതിയും തന്നിട്ടില്ല. കാരണം ഞങ്ങൾക്ക് പരാതി തരേണ്ട കാര്യമില്ല. തരികയാണെങ്കിൽ അതിന്റെ സംവിധായകനോ അല്ലെങ്കിൽ സാങ്കേതിക പ്രവർത്തകരോ അതിൽ അവരെ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ അവരോട് മോശമായി പെരുമാറുകയോ ചെയ്താൽ നമുക്ക് പരാതി തന്നാൽ മതി. പക്ഷേ ഞങ്ങൾക്ക് തന്നിട്ടില്ല. എന്നാൽ പ്രൊഡ്യൂസേഴ്സിന്, ചേംബറിന്, അമ്മയ്ക്ക് ഒക്കെ പരാതി കൊടുത്തു. അവരിനുള്ള ആക്ഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് എടുത്തല്ലോ. ഈ ഷൈൻ ടോം ജോക്കായി മാറ്റി നിർത്തുന്നു, സിനിമയിൽ സഹകരിപ്പിക്കില്ല എന്ന് വെച്ചാൽ തൊഴിൽ വിലക്കല്ല. ഇങ്ങനെ അമിതമായി ലഹരി ഉപയോഗിക്കുന്നവരുമായി നമ്മൾ സഹകരിക്കുന്നില്ല, ഞങ്ങളുടെ നിർമ്മാതാക്കളോ അല്ലെങ്കിൽ താരങ്ങളോ സഹകരിക്കുന്നില്ല എന്നൊരു തീരുമാനമെടുത്താൽ മതി. പിന്നെ ഈ സിനിമാ രംഗത്ത് മൊത്തം ലഹരി വ്യാപനം എന്ന് പറയുമ്പോൾ 2, 3, 4 പേര് ഉണ്ടാക്കുന്ന ഈ പേരുദോഷമാണ് സിനിമാ രംഗത്തിന് മുഴുവൻ ഉണ്ടാകുന്നത്. എന്തുകൊണ്ട് അവരെ മാറ്റി നിർത്താൻ കഴിഞ്ഞില്ല? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, വിൻസിയുടെ പരാതിയിൽ തന്നെ പറയുന്നുണ്ട് സെറ്റിലെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന്. ഈ ഫെഫ്കയുടെ അധ്യക്ഷനായ ബി ഉണ്ണികൃഷ്ണൻ കഴിഞ്ഞ മാസം പറയുന്നത് കേട്ടിരുന്നു, ഞങ്ങൾ തന്നെ എല്ലാ മുൻകരുതലുകളും എടുത്തിട്ടുണ്ട്, ഒരു ലഹരിയും ഇവിടെ അനുവദിക്കുകയില്ല, ഞങ്ങളെന്തോ വലിയ ജാഗ്രതാ സമിതി രൂപീകരിക്കാൻ പോവുകയാണ് എന്നൊക്കെ. ഇതൊന്നും രൂപീകരിച്ചില്ലേ? അതുമാത്രമല്ല, ഇതൊക്കെ പോലീസിനെയും എക്സൈസിനെയും സിനിമാ സെറ്റുകളിൽ കടന്നു വരാൻ സമ്മതിക്കാതിരിക്കാനുള്ള ഒരു പ്രതിരോധ തന്ത്രമായിരുന്നില്ലേ ശ്രീ ജോസ് തോമസ്? അതല്ലേ സിനിമാ സംഘടനകൾ നടത്തിയത്? മനുഷ്യേ, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. ഞങ്ങൾ ജാഗ്രതാ സമിതി ഉണ്ടാക്കി, ഞങ്ങളുടെ പോലീസിന്റെ പവറൊന്നുമില്ല എവിടെയും കയറി ചെക്ക് ചെയ്യാൻ. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടായാൽ അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ച് ഞങ്ങളെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു എന്നൊരറിവ് കിട്ടിയാൽ നിയമപാലകരെ അറിയിക്കാനുള്ള ഒരു സമിതിയാണത്. അല്ല, ഞങ്ങൾക്ക് എന്നിട്ട് ഏതെങ്കിലും നിയമപാലകരെ അറിയിച്ചോ? ഇപ്പോൾ നിയമപാലകർ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് നിൽക്കുന്നത് ഞങ്ങൾക്കും പരാതിയൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോ തന്നെ സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ നടത്തിയ ലീലാവിലാസങ്ങൾ അതാ സെറ്റിലെ എല്ലാവർക്കും അറിയാമായിരുന്നു. കഴിഞ്ഞ ദിവസം ശ്രീനാഥ് ഭാസിയെക്കുറിച്ച് മറ്റൊരു നിർമ്മാതാവായ ഹസീബ് മലബാർ പറയുന്നത് കേട്ടു, കാരവനിലിരുന്ന് മയക്കുമരുന്ന് ഉപയോഗിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന്. അതും ആ സെറ്റിലെ എല്ലാവർക്കും അറിയാം. പുലർച്ചെ 3 മണിക്ക് എഴുന്നേറ്റ് എനിക്ക് കഞ്ചാവ് വേണമെന്ന് ആവശ്യപ്പെടുകയാണ് സിനിമാ സെറ്റിലുള്ള നിർമ്മാതാവിന്റെ സഹായിയോട്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സംഘടനകൾ മാത്രം ഇതൊന്നും അറിയുന്നില്ല, നിങ്ങളെന്തോ വലിയ ജാഗ്രതാ സമിതികൾ രൂപീകരിച്ച് എന്തോ ചെയ്യാൻ പോകുന്നു എന്നാണ്. നവംബറിൽ തുടങ്ങിയ ഒരു പടമാണ് സൂത്രവാക്യം. ഞങ്ങൾ നവംബർ മാസത്തിലൊന്നും ജാഗ്രതാ സമിതി ഉണ്ടാക്കിയില്ല, അത് പോട്ടെ. ഇത് വിൻസി അലോഷ്യസ് എന്നാണ് ഇത് പരസ്യമായിട്ട് പറഞ്ഞത്. എന്നാണ് ഇത് പുറത്തു പറഞ്ഞത്? അവിടെ IC ഉണ്ടായിട്ട് അവിടെ പറഞ്ഞില്ല എന്ന് പറയുന്നു. ഇപ്പോഴാണല്ലോ അവർ പുറത്തു പറഞ്ഞത്. ഈ പുറത്തു പറയുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് അങ്ങോട്ട് പോയി കയറി അന്വേഷിക്കാൻ പറ്റുമോ? അത് മാത്രവുമല്ല, സംഘടന ഇതറിഞ്ഞപ്പോൾ അവരുടെ സംഘടന വിൻസി അലോഷ്യസ് അല്ലെങ്കിൽ ഷൈൻ ടോം ചാക്കോ അംഗമായിട്ടുള്ള സംഘടന നടപടിയെടുത്തു, അവനെ പുറത്താക്കി, അവനുമായി സഹകരിക്കണം തീരുമാനിച്ചു. അങ്ങനെ തീരുമാനം വന്നില്ലല്ലോ. അമ്മയുടെ തീരുമാനം ഇപ്പൊ അവിടെ അഡ്ഹോ കമ്മിറ്റിയാണ്, ഇമ്മീഡിയറ്റ് വരും. അവര് തീരുമാനം എടുത്തു കഴിഞ്ഞു. അവർക്ക് അഡ്ഹോ കമ്മിറ്റി കൂടി വേണോ തീരുമാനിക്കാൻ? ഓരോരുത്തരും ഓരോ സ്ഥലത്താണ്. അവര് ഓൺലൈനിൽ കൂടി ഇമ്മീഡിയറ്റ് തീരുമാനമെടുക്കും. അത് അതിന്റെ പ്രതിനിധി തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് പോട്ടെ, എന്തുകൊണ്ടാണ് പോലീസ് ഇതിന് നടപടിയെടുക്കാത്തത്? വിൻസി അലോഷ്യസ് പോലീസിൽ പരാതി കൊടുത്തിരുന്നു, എനിക്കെതിരെ ഇങ്ങനെ ഒരു പീഡനം അല്ലെങ്കിൽ പീഡന ശ്രമം അല്ലെങ്കിൽ അവഹേളനം ഉണ്ടായി എന്ന് വിൻസി അലോഷ്യസ് പോലീസിൽ പരാതി കൊടുത്തിരുന്നു. എന്തുകൊണ്ടാണ് പോലീസ് ഇത് അറിഞ്ഞിട്ടും എടുക്കാത്തത്, കേസെടുക്കാത്തത്? എന്തുകൊണ്ടാണ്? പോലീസിന് എന്താ ഷൈൻ ടോം ചാക്കോവിനെ കണ്ടുപിടിക്കാൻ പറ്റില്ലേ? അതിന്റെ പിന്നിലുള്ള കാര്യം എന്താണ്? സംഘടനയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ മഞ്ജുഷ്? പോലീസല്ലേ അതിന് ആക്ഷൻ എടുക്കേണ്ടത്? ആ പോലീസ് ആക്ഷൻ എടുക്കുന്നില്ലെങ്കിൽ
സംഘടനയ്ക്ക് പോലീസിനെ കൊണ്ട് നിർബന്ധിച്ച് ആക്ഷൻ എടുപ്പിക്കാൻ പറ്റുമോ? അപ്പൊ പോലീസ് ഒളിച്ചു കളിക്കുന്നു എന്നല്ലേ മഞ്ജുഷ മനസ്സിലാക്കേണ്ടത്? ഷൈൻ രാജൊക്കെ സൂപ്പർ സ്റ്റാറോ അല്ലെങ്കിൽ നേരത്തെ ആരുടെയോ ഒരു ബൈറ്റ് കേട്ടു, ഇവിടെ ഫാൻസ് അസോസിയേഷൻ, അങ്ങനെ ഫാൻസ് അസോസിയേഷനുള്ള ആളൊന്നുമല്ല ഷൈൻ രാജാക്കോ. എനിക്ക് സത്യത്തിൽ ഷൈൻ രാജോക്കയുടെ സഹതാപമാണ്. ഈ കഴിഞ്ഞ ദിവസം ഒരു സ്വകാര്യ ചാനലിൽ അദ്ദേഹം വരുന്ന ഒരു അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂ ഉണ്ട്. എന്ത് പരിഹാസമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ആ സംസാരം കേട്ടാൽ, ആക്ഷൻ കണ്ടാൽ, ബോഡി ലാംഗ്വേജ് കണ്ടാൽ അറിയാം അദ്ദേഹം ലഹരി അപ്പോഴും ഉപയോഗിച്ചിട്ടുണ്ട്. അവിടെ ഇന്റർവ്യൂ എടുക്കാൻ പോകുന്നത് കഷ്ടമാണ്. അത് വേറൊരു കാര്യം. അയാളെ വല്ലതും ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അമ്മയോടും അല്ലെങ്കിൽ സിനിമാ നിർമ്മാതാക്കളോടും പറയാനുള്ളത്, അദ്ദേഹത്തെ ഡി അഡിക്ഷൻ സെന്ററിൽ എത്തിക്കണം. ഈ ഷൈൻ രാജാക്കോയുടെ അമ്മ പറയുന്നത് കേട്ടു, അവനൊരു പേടിത്തൊണ്ടനാണ്. പേടിത്തൊണ്ടനായിരിക്കാം, അതുകൊണ്ട് തെറ്റ് ചെയ്താൽ തെറ്റല്ലാതാകുമോ? അത് മാത്രമല്ല ശ്രീ ജോസ് തോമസ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എങ്ങനെയാണ് പഴയ കേസിൽ നിന്ന് ഷൈൻ ടോം ചാക്കോ രക്ഷപ്പെട്ടു വന്നതെന്ന്. പല രക്ഷാകവചങ്ങളും ഷൈൻ ടോം ചാക്കോയ്ക്ക് സഹായകരമായിട്ട് ഉണ്ടായിരുന്നു. അത് സിനിമയിലുള്ള ആളുകളുമുണ്ട്, പുറത്തുണ്ട്, രാഷ്ട്രീയക്കാരുണ്ട്, ഇതൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ മയക്കുമരുന്ന് കേസിൽ നിന്ന് രക്ഷപ്പെട്ടു വരുവാൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് കഴിയുമായിരുന്നില്ല. ഹൈക്കോടതിയുടെ ഉത്തരവ് വായിച്ചു നോക്കിയാൽ തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്, പ്രോസിക്യൂഷന്റെ വീഴ്ച എന്തൊക്കെയായിരുന്നുവെന്ന്. അതായത് ഇവിടെ പിടിച്ചെടുത്ത മയക്കുമരുന്ന് വെറും മൂക്കുപൊടിയായി മാറുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അങ്ങനെ ഒരു രക്ഷപ്പെടലാണ് ഷൈൻ ടോം ചാക്കോയ്ക്കും കിട്ടിയത്. അപ്പോൾ അതിൻ്റെ മറവിൽ ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഷൈൻ ടോം ചാക്കോ എന്തെല്ലാം വൃത്തികേടുകളാണ് സിനിമാ സെറ്റുകളിൽ കാണിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അതറിയാം. ഈ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഒക്കെ ഇതൊക്കെ ചെയ്യുന്ന ആളുകളാണെന്ന്. പക്ഷെ നിങ്ങൾ സഹിച്ച് മുന്നോട്ട് പോവുകയാണ്. അതെന്തിനാണ് എന്നുള്ളതാണ് ചോദ്യം. ശ്രീമതി ആശ ഉണ്ണിത്താൻ, ഇവിടെ പരാതി ഒന്നുമില്ല എന്നുള്ള പതിവ് ന്യായമാണ് വരുന്നത്. പരാതി ഉണ്ടല്ലോ. ഒന്നാമത്തെ കാര്യം, ഈ പെൺകുട്ടി, ഞാൻ ആ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല അവർ പറഞ്ഞാൽ പോലും, കാരണം അവർ പറഞ്ഞത് എന്റെ പേര് എന്നെ അനുവാദമില്ലാതെയാണ് ഉപയോഗിച്ചതെന്ന് പറഞ്ഞത് ഓർക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അവര് അനുവാദമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവരുടെ പേരും നടന്റെ പേരും ഒന്നും, നടന്റെ പേര് പറയാനുള്ള അവകാശം നമുക്ക്. ഓക്കെ, അപ്പം അവര് 79 BNS നമ്മുടെ ഭാരതീയ ന്യായ സംഹിത പ്രകാരം അവരെ നേരെ നടത്തിയിട്ട് നടൻ നടത്തി എന്ന് പറയുന്നത് ഒരു സെക്ഷൽ ഹറാസ്മെന്റ് ആണ്. ഈ സെക്ഷൽ ഹറാസ്മെന്റ് കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. ഇങ്ങനെ ഒരു ഹറാസ്മെന്റ് നടന്നു എന്ന വിവരം ലഭിച്ചു കഴിഞ്ഞാൽ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർക്ക് കൃത്യമായി നോട്ടീസ് കൊടുക്കാനും നടപടിയെടുക്കാനും എഫ്ഐആർ ഇടാനും ഒക്കെ അവകാശമുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വിളിച്ചു വരുത്തിയതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അങ്ങനെ സെക്ഷൻ 41 നോട്ടീസ് കൊടുത്ത് വിളിച്ചു വരുത്തി സംസാരിക്കുന്നതിന്റെ ഇടയിൽ അല്ലെങ്കിൽ ചോദ്യം ചെയ്യുന്നതിന്റെ ഇടയിലാണ് ഇയാള് നാർക്കോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ, സബ്സ്റ്റൻസസ് എന്തൊക്കെയോ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് സംശയം തോന്നുകയും ഇദ്ദേഹത്തെ ടെസ്റ്റിന് വിധേയമാക്കണം എന്ന് തീരുമാനിക്കുകയും ചെയ്യുന്നത്. ആ സമയത്താണ് അതിൽ നിന്ന് ഇറങ്ങി ഓടിയത്. അപ്പൊ അവിടെ ഒരു പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഇറങ്ങി ഓടി എന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഇറങ്ങിയോട്ടം ഒരു ഒഫൻസ് ആണെന്ന് പറയാൻ സാധിക്കില്ല. അതേസമയം തന്നെ ഇയാളിൽ നിന്ന് നാർക്കോട്ടിക് ആയിട്ടുള്ള യാതൊന്നും തന്നെ കണ്ടെടുക്കാൻ പറ്റിയിട്ടുമില്ല. അപ്പോ ഇവിടെ കൂടി അയാളെ അന്വേഷിക്കാൻ സാധിക്കുന്നത് കോഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്തിട്ടുള്ള ഒരു മനുഷ്യൻ എന്ന രീതിയിലാണ് അന്വേഷിക്കുന്നത്. മറ്റു രീതിയിലുള്ള അയാളുടെ മേലുള്ള ആരോപണങ്ങൾ, എന്റെ ശരീരത്തിൽ ഇപ്പോൾ നാർക്കോട്ടിക് സബ്സ്റ്റൻസ് എന്തെങ്കിലും കണ്ടെത്തുകയാണെങ്കിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു തെളിവ് മാത്രമേ അതിന് കിട്ടുള്ളൂ. അല്ലാതെ എനിക്കത് പലരും എന്റെ അനുവാദമില്ലാതെയും എനിക്ക് നൽകാം, എന്നെ പറ്റിച്ചു നൽകാം, അല്ലെങ്കിൽ ഇൻവോളണ്ടറി ആയിട്ട് എനിക്ക് നൽകാൻ സാധിക്കും, അങ്ങനെ പലതുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു ക്രൈം ആണ്, പ്രഥമ ദൃഷ്ടി അത് ക്രൈമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. എന്നാൽ അത് സർക്കംസ്റ്റൻസസ് ഒക്കെ പരിശോധിക്കുന്ന സമയത്ത് അവരും പറഞ്ഞിട്ടുണ്ട്, നമ്മളവിടെ സെറ്റിൽ കണ്ടു ഇവർ ഉപയോഗിക്കണത്, അതുപോലെ ഇവർ ഉപയോഗിച്ചിട്ടുള്ള കുറെ ഭക്ഷണത്തരങ്ങൾ കാണിച്ചിട്ടുണ്ട് എന്ന് തുടങ്ങിയ സംഗതി. അപ്പൊ നമുക്ക് എവിഡന്റ് ആണെങ്കിലും മുൻപ് കൊക്കൈൻ കേസിലും പ്രതി ആയിട്ടുള്ള ഒരു കക്ഷിയാണ്, പിന്നീട് അക്യൂറ്റ് ചെയ്തോ ഇല്ലെന്നുള്ള വേറെ വിഷയം. അപ്പൊ മൊത്തം നോക്കുമ്പോൾ സിനിമ ഇൻഡസ്ട്രിയിലെ ഒരു ഷൈനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഒരുപാട് ഷൈനുകളുണ്ട്. പിന്നെ ഈ ഷൈൻ ആണെങ്കിൽ മാനേജബിൾ അവസ്ഥയിൽ നിന്ന് സ്വയം മാനേജ് ചെയ്യുന്ന അവസ്ഥയും വിട്ട് അതിന്റെ ഒരു അഡിക്ഷനിലും അതിന്റെ ഏറ്റവും മോശമായ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ഒരു സഹതാപം അർഹിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ആ സഹതാപം സിനിമാ സെറ്റുകളിൽ ശല്യമായി മാറുകയാണല്ലോ. ശല്യമാണ്. ഒരു മനുഷ്യർ റോട്ടിൽ കള്ളു കുടിച്ച് മുണ്ടില്ല നടക്കുന്ന ശല്യവുമാണ്. ആ വ്യക്തിക്ക് നമ്മൾ നൽകേണ്ട സഹതാപവുമാണല്ലോ. അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റുക, ഡി-അഡിക്ഷൻ സെന്ററിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്യുക, അല്ലാണ്ട് കൊല്ലാൻ സാധിക്കില്ലല്ലോ. അപ്പൊ അങ്ങനെയാണ് ഇവിടെ ചെയ്യേണ്ടത്. സിനിമാ സെറ്റുകളാണ് ഇവിടെ മാറേണ്ടത്. ഓരോ സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനികളും തീരുമാനമെടുക്കണം, പ്രൊഡ്യൂസേഴ്സും അതുപോലെ തന്നെ മറ്റു എല്ലാവരും കൂടി തീരുമാനമെടുക്കണം. ഞങ്ങളുടെ സെറ്റിൽ ഇത്തരം സംഗതികൾ ഉപയോഗിക്കാൻ പാടില്ല. വർക്കിംഗ് അവേഴ്സ് വളരെ കൃത്യമായി തന്നെ ഇങ്ങനെ ആയിരിക്കണം. ലൊക്കേഷനിലേക്ക് വരുമ്പോൾ അവര് എന്തൊക്കെ പ്രോട്ടോകോൾ ആണ് പാലിക്കേണ്ടത്,
ആ പ്രോട്ടോകോൾ തയ്യാറാക്കുകയും അവിടെ സ്ത്രീകളുടെ നേരെയുള്ള ഹറാസ്മെന്റ് തൊട്ട് മറ്റ് ഒരുപാട് ഇഷ്യൂസിനെ കുറിച്ചുള്ള പ്രോട്ടോകോൾ തയ്യാറാക്കി ആ പ്രോട്ടോകോൾ പ്രകാരം വർക്ക് ചെയ്യാൻ തയ്യാറുള്ള നടന്മാരെ മാത്രം, നടികളെ മാത്രം, മറ്റു ട്രാൻസ്ജെൻഡേഴ്സ് ആരൊക്കെയാണ് ആൾക്കാർ അവരെ മാത്രമേ പങ്കെടുപ്പിച്ചാൽ മതി എന്നൊരു തീരുമാനമെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പിന്നെ ഇപ്പോൾ പറയുന്ന ഒരു മോണിറ്ററിംഗ് കമ്മിറ്റി ഉണ്ട്. ഈ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ പേര് തന്നെ തെറ്റാണ്. അത് ഇന്റേണൽ കമ്മിറ്റി എന്ന രീതിയിൽ ഓരോ സിനിമാ സെറ്റുകളിലും ആവശ്യമുള്ളതാണ്. ഓരോ സിനിമ ഷൂട്ടിംഗ് ലൊക്കേഷനിലും നമുക്ക് ഇന്റേണൽ കമ്മിറ്റി വേണം. ആ കമ്മിറ്റിയുടെ ഡീറ്റെയിൽസ് ഓരോരുത്തർക്കും അയച്ചു കൊടുക്കണം. എന്തിനാണ് ഇന്റേണൽ കമ്മിറ്റി, സ്ത്രീകളെ നേരിടുന്ന ഹറാസ്മെന്റിനെ കണ്ടെത്താനുള്ള കമ്മിറ്റി ആണെങ്കിൽ അത് എഴുതാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ എക്സൈസ്, പോലീസ് തുടങ്ങിയ ഡിപ്പാർട്ട്മെന്റുകൾ നിങ്ങൾ സിനിമയ്ക്ക് മുൻപേ തന്നെ എല്ലാവരെയും പരിശോധിക്കാമല്ലോ. നിങ്ങൾക്ക് ബ്രീത്ത് അനലൈസർ തൊട്ട് എന്തൊക്കെയാണോ പരിശോധിക്കാനുള്ള എല്ലാവിധ സാങ്കേതികത്വം നിങ്ങൾക്ക് ഉപയോഗിച്ച് പരിശോധിക്കാവുന്നതാണ്. അപ്പൊ ഈ മേഖലയെ നമ്മൾ ഒരിക്കൽ സുരക്ഷിതമാക്കാൻ വിചാരിക്കുന്നുണ്ട്. ഹോസ്പിറ്റല്, കോടതി തുടങ്ങിയ സ്ഥലങ്ങളൊക്കെ ഞങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന ഇടങ്ങളാണ്. മനുഷ്യർ വർക്ക് ചെയ്യുന്ന ഇടങ്ങളിൽ എല്ലാത്തരം ലഹരികൾ ഉപയോഗിക്കാതെയും ചെയ്യുന്ന ആളുകൾ വരുന്നുണ്ട്. പക്ഷെ ഒരാൾ മറ്റൊരാൾക്ക് ശല്യമാകുന്ന തരത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉപയോഗിക്കുകയും അത് അനധികൃതമായിട്ടുള്ള സ്ഥലത്ത് കള്ളവാറ്റ് അല്ലെങ്കിൽ കള്ളച്ചരയം എന്നതുപോലെ തന്നെയാണ് ഈ സംഗതിയും എന്ന ബോധ്യം ഇവർക്ക് ശരി, ഉണ്ടാവുകയും ശ്രീമതി ആശ ഉണ്ണിത്താൻ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ തിരക്കഥാകൃത്ത് ശ്രീ അഭിലാഷ് പിള്ള ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ അഭിലാഷ് പിള്ള, ഇത്തരം കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആശ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ സിനിമാ സെറ്റുകളിൽ ഉണ്ടോ? എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ഉണ്ടോ ഇപ്പോൾ സെറ്റുകളിൽ? ഇപ്പോൾ സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിൽ തന്നെ ഷൈൻ ടോം ചാക്കോ ലഹരി ഉപയോഗിക്കുന്നതായി ഒട്ടുമിക്ക ആളുകൾക്കും അറിയാമായിരുന്നു എന്നാണ്. അപ്പോൾ ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നുവെങ്കിൽ സാധിക്കുകയില്ലായിരുന്നുവല്ലോ. പക്ഷേ ഇത് നിയന്ത്രിക്കാൻ പറ്റാത്തത് കൊണ്ടാണോ? ഇവരോട് ഇക്കാര്യം നോ എന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടാണോ? എന്താണ് സംഭവിക്കുന്നത് സിനിമാ സെറ്റുകളിൽ? അല്ല, അതായത് ഈ പറഞ്ഞതിൽ ഒരു കാര്യത്തോടെ ഞാൻ യോജിക്കുന്നു. കാരണം സിനിമാ സെറ്റുകളിലെ നിയന്ത്രണം ആരാണ് ചെയ്യേണ്ടതെന്നുള്ളതിന്റെ തീരുമാനം ഇപ്പോഴും വന്നിട്ടില്ല. എനിക്കറിയില്ല ഇത് ആരാണ് നിയന്ത്രിക്കേണ്ടതെന്നുള്ളത്. കാരണം ഇപ്പൊ എന്റെ സെറ്റിൽ, ഇപ്പൊ എന്റെ കഴിഞ്ഞ സിനിമ സുമതിയോളം എന്നുള്ള സിനിമയുടെ സെറ്റിലെ സംബന്ധിച്ച് എനിക്ക് അവിടുത്തെ കാര്യം പറയാൻ പറ്റും. കാരണം ആ സെറ്റില് ആദ്യം തീരുമാനിച്ചിരുന്ന ഒരു രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. ഈവൻ ഈ ആ പടത്തിന്റെ അവസാന ദിവസത്തെ പാക്കപ്പ് പാർട്ടി പോലും ഞങ്ങള് ഈ മദ്യം, സാധാരണ നമ്മൾ പാക്കപ്പ് പാർട്ടികളിൽ മദ്യം കൊടുക്കാറുണ്ട്, പക്ഷെ അതുപോലും ഉപേക്ഷിച്ചിട്ടാണ് അവിടെ ഉള്ളവർക്ക് ഡ്രസ്സ് കൊടുത്ത് നമ്മുടെ പടം അവസാനിപ്പിച്ചത്. പക്ഷെ ഈ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. കാരണം ഈ പല സെറ്റുകളിലും ഇത് കൊണ്ടുപോയി നിയന്ത്രിക്കാൻ, അല്ലെങ്കിൽ ഇത് വേണ്ട എന്ന് പറഞ്ഞ് ഇവർ ഇട്ടിട്ട് പോകുന്ന പേടിച്ചിട്ടാവാം പല പ്രൊഡ്യൂസർമാരും പല ഡയറക്ടർമാരും അല്ലെങ്കിൽ അതിൽ വർക്ക് ചെയ്യുന്നവർ ചിലപ്പോൾ കണ്ണടക്കേണ്ടി വരുന്നത്. ഇതിനെതിരെ ഒരു തീരുമാനം ഇവിടെ എല്ലാ സിനിമാക്കാരും സംഘടനകൾ എടുത്താൽ തീരാവുന്ന പ്രശ്നമുള്ളൂ. ഇങ്ങനെയുള്ളവർ വേണ്ട, ഇങ്ങനെയുള്ളവർ തൽക്കാലം സിനിമയെ സഹകരിക്കണം, മാറ്റി നിർത്തുക. അപ്പോൾ തൊഴിൽ നിഷേധിച്ചു എന്നുള്ള പരാതി വരും. ഇത് തൊഴിൽ നിഷേധം ഇവരിത് അഡിക്ഷനാണ്. അതായത് ഇപ്പൊ ഈ ലഹരിക്ക് അടിമയായിട്ട് ശരിക്കും അവർ രോഗികളാണ് ഞാൻ പറയുന്നത്. ആ അഡിക്ഷൻ ആയവരെ മാറ്റി നിർത്തി അവർക്ക് പ്രോപ്പർ ട്രീറ്റ്മെന്റിലേക്ക് വിടുക. അല്ലാതെ ഇവരെ എത്ര പേർക്ക് ശല്യമായി മാറുകയാണ് ഇവര് കാരണം മുടങ്ങി എത്ര സിനിമകളുണ്ട്, എത്ര ദിവസം എത്ര നഷ്ടം വന്നിട്ടുണ്ട് ഇവിടുത്തെ പ്രൊഡ്യൂസർ അസോസിയേഷൻ ചോദിച്ചാൽ അറിയാൻ പറ്റും. എന്തിനാണ് ഇത് സഹിക്കേണ്ട ആവശ്യം? ഇപ്പം ഇന്നലെ ഞാൻ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ എനിക്ക് പല സ്ഥലത്തുനിന്ന് എനിക്ക് എന്നെ പേഴ്സണലി വിളിച്ചത്, അത് നമ്മളത് പറയുമ്പോൾ നമ്മൾ ഒരുപാട് പേര് മാറ്റി നിർത്തല്ലേ. മാറ്റി നിർത്തുക എന്ന് പറയുന്നത് അവരെ പെർമനന്റ് ആയിട്ട് മാറ്റി നിർത്തുന്നതല്ലല്ലോ. അവരതെല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു വന്നാൽ ഇതേ ഇൻഡസ്ട്രി തന്നെ അവർക്ക് വർക്ക് ചെയ്തൂടെ? ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് പേഴ്സണലി നമുക്ക് പേഴ്സണലി അനുഭവമുള്ള കാര്യങ്ങൾ അവരോട് ഞാൻ പേഴ്സണലി സംസാരിച്ചു. ഇതും കൊണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഒരിക്കലും നിങ്ങൾ ടെമ്പററി സുഖത്തിന് വേണ്ടി കാണുന്ന ഒരു ലഹരി നിങ്ങളുടെ ലൈഫ് ഇല്ലാതാക്കാണ്. ഇപ്പൊ ഇവിടെ പോലീസും എക്സൈസും ഇത് പിടിക്കുന്ന അറിഞ്ഞിട്ടും ഇവർ ഇതൊക്കെ ഉപയോഗിക്കുന്നില്ലേ? അപ്പൊ പക്ഷേ ഇവര് താരങ്ങളായി മാറുകയാണ്. ശ്രീ അഭിലാഷ് പിള്ള, ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയുടെയും ശ്രീനാഥ് ഭാസിയുടെയും ഒക്കെ താരമൂല്യം കഴിഞ്ഞ കുറെ വർഷങ്ങളായി കൂടുകയാണ് ചെയ്തത്. അവരിത് ഈ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഈവൻ സൂപ്പർ താരങ്ങൾക്ക് പോലും അറിയാമായിരിക്കും ഇവർ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള കാര്യം. അവരുടെ സെറ്റുകളിൽ പോലും ഉണ്ടായിരിക്കും. ഇവരെ താരങ്ങളാക്കിയതും ഇവിടെയുള്ള ജനങ്ങളും ഇവിടെയുള്ള ടെക്നീഷ്യന്മാരും ഇവിടെയുള്ള സിനിമാക്കാർ തന്നെ അല്ലേ? കുറച്ച് നാൾ ഈ സിനിമ ഇല്ലായിരിക്കും ഈ താരമൂല്യമൊക്കെ തന്നെ മാറും. അപ്പോൾ ഓട്ടോമാറ്റിക് അവർ തിരിച്ചറിയും ഞങ്ങൾക്കിത് നഷ്ടപ്പെട്ടു, ഞങ്ങളെല്ലാം ജീവിതം തിരിച്ചു പിടിക്കണമെന്ന് തോന്നുന്നു. ഞാൻ ശ്രീനാഥ് അല്ലെങ്കിൽ ഷൈൻ ചേട്ടൻ കേസ് മാത്രമല്ല പറയുന്നത്, ഇത് നിങ്ങൾ രണ്ടുപേരുടെ പേര് പറയുന്നത്. ഇവർ രണ്ടുപേരും മാത്രമല്ലല്ലോ ഇൻഡസ്ട്രിയിൽ ഇത് ഉപയോഗിക്കുന്നത്. എത്രയോ പേര് വേറെ ആളുകളുണ്ട്. പലപ്പോഴും പല പേരുകൾ പറയാൻ ഇവിടെ ആളുകൾ ഭയക്കുന്നു. എനിക്കറിയില്ല അത് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇവരെ തിരുത്താൻ ശ്രമിക്കാത്ത എന്തുകൊണ്ടാണ്. ഇവരുടെ ഡേറ്റ് കിട്ടിയില്ലെങ്കിൽ സിനിമ വിജയിക്കത്തില്ലേ? ആരാ പറഞ്ഞത് ഇവിടെ നല്ല സിനിമകൾ ഉണ്ടായാൽ ഏത് ആർട്ടിസ്റ്റായാലും കാണാനുള്ള വിഭാഗം ആളുകൾ ഇവിടെ ഉണ്ട്, അത് വിജയിക്കാറുണ്ട്. ഇവരെ രണ്ടുപേരെന്നല്ല, ഇങ്ങനെയുള്ളവരെ സെറ്റിൽ വർക്ക് ചെയ്യിക്കേണ്ടെന്നുള്ളൊരു തീരുമാനം ഇവിടുത്തെ അസോസിയേഷനോ അല്ലെങ്കിൽ ഇവിടുത്തെ സിനിമാക്കാരോ എടുത്താൽ ഇവരൊക്കെ മാറുമെന്നാണ് എന്റെ. ഇത് സിനിമാ മേഖല ഒരുപാട് ആളുകളെ മാറ്റി നിർത്തേണ്ടി വരില്ലേ ശ്രീ അഭിലാഷ് പിള്ള? തീർച്ചയായും വരുമായിരിക്കും, തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അടുത്തൊരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ പേഴ്സണലി ഞാൻ ആ സിനിമയുടെ കാസ്റ്റിംഗിൽ ഇരിക്കുമ്പോൾ എനിക്ക് എന്റെ സംവിധായകനോടും പ്രൊഡ്യൂസറോടും പറയാൻ കഴിയും നമുക്ക് ഇന്ന ആള് വേണ്ട, ഇന്ന ആള് മതി എന്ന്. അതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഒന്നല്ലെങ്കിൽ മറ്റൊരു ഓപ്ഷൻസ് സിനിമയിലുണ്ട്. അഭിനയിക്കാൻ ആഗ്രഹിച്ചു തുടങ്ങുന്ന ഒരുപാട് പേര് പുറത്തുണ്ട്.
ഇവർക്ക് എത്രത്തോളം താരമൂല്യം ഉണ്ടെന്ന് എനിക്കില്ല. ഈ താരങ്ങളെ വളർത്തുന്നത്, താരങ്ങളെ ജനിപ്പിക്കുന്ന ഇവിടുത്തെ അങ്ങനെ മാറ്റി നിർത്തേണ്ടി വന്നിട്ടുണ്ടോ? ഇന്നയാൾ വേണ്ട എന്നൊരു തീരുമാനം എടുക്കേണ്ടി വന്നിട്ടുണ്ടോ? തീർച്ചയായിട്ടും എന്റെ ഒരു സിനിമയില് ഒരു ആർട്ടിസ്റ്റിനെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് മാറ്റി നിർത്തേണ്ടി വന്നിട്ടുണ്ട്. അത് അതിന്റെ സംവിധായകനും അതിന്റെ നിർമ്മാതാവിനും ഒക്കെ അറിയാം. അവരോട് പറഞ്ഞിട്ടാണ് അത് വേണ്ടാന്ന് ഞാൻ തീരുമാനിച്ചത്. പക്ഷെ സിനിമാ സംഘടനകൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ തയ്യാറാകുന്നില്ല? നടപടി ഉണ്ടാകുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. അല്ല, ഈ സംഘടനകളുടെ തീരുമാനം എടുക്കാത്തത് ഈ സംഘടനയ്ക്കകത്ത് ചർച്ച. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് ഫെഫ്കയിലാണ്. ഫെഫ്കയ്ക്കകത്ത് ഇതിന്റെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ കാണാൻ എന്ത് രീതിയിലുള്ള ഇപ്പൊ കുറച്ച് മുന്നേ പറഞ്ഞോളൂ, നമ്മളിപ്പോ കുറച്ച് ആർട്ടിസ്റ്റുകളെ മാറ്റി നിർത്തുകയാണെങ്കിൽ അതിനെതിരെ പറയാൻ കുറെ ആളുകൾ കാണും. നിങ്ങൾ തൊഴിൽ നിഷേധിച്ചു, അവരെ മാറ്റി നിർത്തി. അപ്പൊ അവർക്ക് വേണ്ടി സംസാരിക്കാൻ കുറെ ആളുകൾ കാണും. അപ്പൊ ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ എന്താണ് വേണ്ടതെന്നുള്ളതിന്റെ ഒരു ചർച്ച ഇപ്പൊ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഞാനൊരു ഡോക്ടറോട് സംസാരിച്ചപ്പോൾ ഡോക്ടർ എന്റെ അടുത്ത്, അഭിലാഷ്, നിങ്ങൾ എല്ലാവരും ഈ ലഹരി വിമുക്തം അല്ലെങ്കിൽ ലഹരി മാറ്റണം എന്നൊക്കെ ഉപദേശിക്കുന്നുണ്ട്. ഇതെങ്ങനെ മാറ്റുന്നതിനെ പറ്റി എന്താ സംസാരിക്കുന്നത്? അപ്പൊ അവര് പറഞ്ഞു ഇവർക്ക് വേണ്ടത് ചികിത്സയാണ്, അല്ലെങ്കിൽ ഇവർക്ക് വേണ്ടത് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ആണ്. നമ്മൾ ഇവരെ ഉപദേശിച്ചാലോ അല്ലെങ്കിൽ ഒന്നും കാര്യമില്ല. ഈ വിൻസി പറഞ്ഞ പോലെയും അല്ലെങ്കിൽ ഇവിടെ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ള പോലെ ഇവർക്ക് സെറ്റിൽ വരുമ്പോൾ അബ്നോർമൽ ആണ്. നമുക്ക് ഇവർക്ക് ഒരു സീൻ പറഞ്ഞു കൊടുക്കാനായിട്ട് ചെല്ലുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യാറുണ്ട് ഇവരെന്താണ് ഇങ്ങനെ എന്നുള്ളത്. അപ്പൊ അത് തീർച്ചയായിട്ടും ഇവർ ഈ അബ്നോർമൽ അവസ്ഥയിൽ നിന്ന് ഇവരെ തിരിച്ചു പിടിക്കണമെങ്കിൽ അവർക്ക് പ്രോപ്പർ ട്രീറ്റ്മെന്റ് ആണ് വേണ്ടത്. പിന്നെ ഇത് സപ്ലൈ ചെയ്യുന്ന ഒരുപാട് പേര് നമ്മുടെ ചുറ്റുമുണ്ട്. ഇവിടുത്തെ പോലീസും ഇവിടുത്തെ എക്സൈസും ഇവിടുത്തെ നാർക്കോട്ടിക്സും സ്ട്രോങ് ആയിട്ട് ഇതിനെതിരെ ആക്ഷൻ എടുത്തില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ പേടിയാണ്. ഇപ്പൊ ഞാൻ 2 പെൺകുട്ടികളുടെ അച്ഛനാണ്. എനിക്ക് ഈ കുട്ടികളെ പുറത്തേക്ക് വിടാൻ പോലും പേടിയായി തുടങ്ങി. അപ്പൊ നമ്മൾ ചുറ്റും കേൾക്കുന്ന വാർത്തകൾ ഇതാണ്, നമ്മൾ കാണുന്ന കാര്യങ്ങൾ ഇതാണ്. അപ്പം എത്ര പേര് ഉപദേശം നന്നാക്കാൻ പറ്റും? എത്ര പേരെ മാറ്റി? സിനിമാ സെറ്റുകളിൽ പോലീസിന്റെയും എക്സൈസിന്റെയും ഒക്കെ പരിശോധന അത് സിനിമാക്കാർ തന്നെ ആഗ്രഹിക്കുന്നില്ലല്ലോ. പല സമയത്തും സംഘടനകൾ ആ രീതിയിലുള്ള അഭിപ്രായ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇവിടുത്തെ പോലീസും ഇവിടുത്തെ എക്സൈസും ഒക്കെ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്നവരാണ്. അവർ നമ്മുടെ ലൊക്കേഷൻ വന്നിട്ട് അവർ അവിടെ വന്നിട്ട് ആരും പിടിച്ചുകൊണ്ട് പോകുന്നതല്ല. ഒരു എക്സൈസോ പോലീസോ ലൊക്കേഷൻ വന്നിട്ട് എന്ത് സംഭവിക്കാനായിട്ടാണ്? എനിക്കിപ്പോ എന്റെ കഴിഞ്ഞ സിനിമയിൽ പോലീസിൽ വർക്ക് ചെയ്ത ഒരു ജോലി ചെയ്തിട്ടുണ്ട് ആ സിനിമയിൽ. അതുപോലെ ആ ലൊക്കേഷനിൽ പോലീസ് വന്നിട്ടുണ്ട്. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന അവിടുത്തെ ലോക്കൽ പോലീസൊക്കെ ഞങ്ങളെ കാണാനും നമ്മുടെ കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. ഞാൻ പറയുന്നത് അത് പോലീസ് എന്ന് പറയുന്നത് ഇവിടെ മാറ്റിയെടുത്തവിടെ വിഭാഗമൊന്നുമല്ല. ലൊക്കേഷൻ വന്നു വെച്ചുകൊണ്ട് നഷ്ടപ്പെടാനായിട്ട് അവർ ശരിക്കും പേടിക്കുന്ന ആരാണ്? ഇങ്ങനത്തെ ഇത് ഉപയോഗിക്കുന്ന ആളുകളുള്ള ലൊക്കേഷനിലുള്ള ആളുകളെല്ലാം പേടിക്കേണ്ടത്. ഇപ്പൊ ഞാൻ പറയും എന്റെ ലൊക്കേഷൻ ഞാൻ പറയും ധൈര്യമായിട്ട് പോലീസ് വന്നോളാൻ പറയും. കാരണം ഇനി അങ്ങനെ അവിടെ ആരും ഉപയോഗിക്കുന്നത് പിടിക്കുകയാണെങ്കിൽ ധൈര്യമായിട്ട് അതിന് കേസ് എടുത്തോളാൻ പറയും. ഇത് എതിർക്കുന്ന ഒരു സംഘടന ഇവിടെയില്ല. ഒരു സംഘടന ഇത് പറയാറുമില്ല. സംഘടനകൾ പറയുന്നു പരാതിയില്ല എന്ന്. അത് ശരിയുമാണ്. പരാതി വരുന്നില്ല, കാരണം പരാതി പറയാൻ പേടിയാണ്. ഇപ്പോൾ ഒരു നടിയാണെന്ന് വെച്ചോളൂ, നടിക്ക് പരാതി പറയാൻ പേടിയായിരിക്കും. കാരണം അടുത്ത സിനിമയിൽ പിന്നെ അപ്രഖ്യാപിത വിലക്കായിരിക്കും. അപ്പോൾ ആരാണോ പരാതി പറയുന്നത് അവരെ വിലക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ശ്രീ അഭിലാഷ് പിള്ള, ഇത് മഞ്ജുഷ ആരാണ് വിലക്കുന്നത്? സംഘടനകൾ തന്നെയല്ലേ ചെയ്യുന്നത്? ഈ സംഘടനകൾ എന്ന് പറയുന്നത് അതിൽ ഒരുപാട് പേരുണ്ട്. ഇത് ഇപ്പൊ നമ്മൾ പറയുന്നു ഇപ്പൊ 1-2 വ്യക്തികൾ അങ്ങനെ മാറ്റി നിർത്തി, അല്ലെങ്കിൽ എന്റെ പടത്തിൽ ഇവർ വർക്ക് ചെയ്യണത് മാറ്റി നിർത്തിയെന്ന് വെച്ചുകൊണ്ട് ഇവിടെ ആർക്കും തൊഴിൽ നിഷേധിക്കാൻ പറ്റില്ല. കാരണം പണ്ടൊക്കെ അത് നടന്നിട്ടുണ്ടാവും. പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊന്നുമില്ല. ഇന്ന് സംഘടനകൾ എതിർത്താൽ പോലും ഇപ്പോഴത്തെ സിനിമ ചെയ്യുന്ന ഒരുപാട് പേര് വേറെ ഉണ്ട്. അല്ലെങ്കിൽ ഈ സംഘടന ഇല്ലാത്ത ഒരു സിനിമ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു എളുപ്പമാണോ? നമ്മൾ എത്രയോ ഉദാഹരണങ്ങൾ കണ്ടിരിക്കുന്നു. 2 ദിവസം മുന്നേ വിൻസിയോട് ഞാൻ സംസാരിച്ചു. ഞാൻ വിൻസിയോട് ചോദിച്ചു വിൻസി എന്താണ്? അപ്പൊ വിൻസി ചേട്ടാ കഴിഞ്ഞ 1 വർഷമായിട്ട് എനിക്ക് സിനിമയില്ല, ഞാൻ സിനിമ ചെയ്തിട്ടില്ല. ഞാൻ വിൻസി എനിക്കിത് അറിയില്ലായിരുന്നു. ഉറപ്പായിട്ട് ഞാൻ ചെയ്യുന്ന അടുത്ത സിനിമകളിൽ വിൻസിക്ക് ഒരു കഥാപാത്രമാണ് ഞാൻ വിളിച്ചിരിക്കും. അതില് നമ്മളെ എതിർക്കാൻ ആരും വരത്തില്ല. ഞാൻ എടുക്കുന്ന ഒരു തീരുമാനം, എന്റെ സംവിധാനം എടുക്കുന്ന തീരുമാനം, എന്റെ പ്രൊഡ്യൂസർ എടുക്കുന്ന തീരുമാനം ഞങ്ങളുടെ തീരുമാനമായിരിക്കും. അതിനെ ഒരു സംഘടനയിൽ ഒരാൾ വന്നിട്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കേണ്ടതെന്നുള്ള തീരുമാനം എന്റേതാണ്. അല്ലെങ്കിൽ ഞങ്ങൾ ജോലി ചെയ്യുന്ന ഞങ്ങളുടെ ആ സിനിമയുടെ ക്രൂവിന്റെ തീരുമാനമാണ്. അപ്പം വളരെ നല്ല തീരുമാനമാണ്, അതൊരു ഉറച്ച തീരുമാനമാണ്. അഭിലാഷ്, അതുപോലെ തന്നെ താങ്കൾ സഹകരിക്കുന്ന ഒരു സെറ്റിൽ ഇത്തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്നവരെ ഒരിക്കലും അനുവദിക്കുകയില്ല, അല്ലേ? 100%. ഞാൻ ഇന്നലെ എന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരുന്നു. ഞാൻ ഇനി ചെയ്യുന്ന സിനിമകളിൽ ഇങ്ങനെയുള്ള ആളുകൾ നമുക്ക് പേഴ്സണലി അറിയാവുന്നവർ, ഇങ്ങനെയുള്ള രീതി ഉപയോഗിക്കുന്നവരാണെന്ന് അറിയാവുന്നവർ ഞാൻ ഉറപ്പാണ് ഞാൻ സഹകരിപ്പിക്കില്ല. അതിന്റെ പേരിൽ ഇനി നാളെ നമുക്ക് സിനിമ എനിക്ക് മറ്റേതെങ്കിലും രീതിയിൽ ഇനി നാളെ ഡേറ്റ് കിട്ടായിരിക്കുമല്ലോ, സിനിമ ചെയ്യാതെ പോവാണെങ്കിൽ കുഴപ്പമില്ല. ആ സമയത്ത് ഞാൻ മറ്റെന്തെങ്കിലും ജോലി എടുത്ത് ജീവിച്ചോളാം. അതുപോലെ ഒരു കാര്യം കൂടിയുണ്ട്, പരാതിയില്ല എന്ന് പോലീസ് പറയും, എക്സൈസ് പറയും, സിനിമാ സംഘടനകൾ പറയും. അപ്പോൾ പരാതി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒട്ടേറെ പേരുണ്ട്. അങ്ങനെയുള്ളവരാണല്ലോ ഹേമ കമ്മിറ്റിയിൽ പോയി പരാതി കൊടുത്തത്, പക്ഷെ ഒന്നുമായില്ല. അതുപോലെ പരാതി കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോഴും ഉണ്ടാകുമല്ലോ. അവർക്കൊരു തണലായി നിൽക്കുമോ താങ്കൾ? തീർച്ചയായിട്ടും 100%. ഞാൻ പറയുന്നത് ഇത് പ്രതികരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങൾ. ഇപ്പൊ ഒരു ലൊക്കേഷനിൽ ഇത് ഉപയോഗിക്കുന്നത് കണ്ടാൽ സംവിധായകനും അതിന്റെ നിർമ്മാതാവും അല്ല അതിൽ വർക്ക് ചെയ്യുന്ന പ്രതികരിച്ചാൽ നിർത്തുന്ന കേസേ ഉള്ളൂ. ഇത് പേടിയില്ലാത്തതാണ് ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ ആരും ചോദ്യം ചെയ്യാനില്ല. ഇതൊക്കെ ഇവര് ചെയ്താൽ നമ്മൾ മാറി എന്നിട്ട് അയ്യോ അവരുടെ ഡേറ്റ് പോകും, അവരുടെ പ്രശ്നം. എന്തിനാണ് ഇങ്ങനെ പേടിക്കുന്നത്? ഇവര് മാത്രമേ ഇവിടെ അഭിനയിക്കാനുണ്ട്. ഇവിടെ എത്രയോ മാന്യമായി അഭിനയിക്കുന്ന നടിമാരും ഉണ്ട്. മാന്യമായി വന്ന് ജോലി ചെയ്ത് പോകുന്ന ആളുകൾ നമ്മുടെ ലൊക്കേഷനിൽ എത്രയോ ആളുകളെ നമുക്കറിയാം.
അങ്ങനെയുള്ള ഒരു ജോലിയുടെ, അല്ലെങ്കിൽ പുറത്ത് എത്രയോ കുട്ടികൾ അവസരം ചോദിച്ച് നിൽക്കുന്നുണ്ട്, അവർക്ക് അവസരം കൊടുക്കുക. ഇവിടുത്തെ ജനങ്ങൾ ഈ സിനിമകളൊക്കെ കണ്ടോളൂ. ഇവിടുത്തെ ജനങ്ങൾക്ക് ഇവരൊക്കെ ഉണ്ടെങ്കിൽ സിനിമ കാണുക, അങ്ങനെയൊന്നും ഇല്ല മഞ്ജു ചേട്ടാ. നല്ല സിനിമ ഏതായാലും എല്ലാവരും അംഗീകരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ തീരുമാനം എന്ന് പറയുന്നത് ഞാൻ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ തീരുമാനം, അതായത് എന്റെ സിനിമകളിൽ ഇനി ഇങ്ങനെയുള്ളവർ സഹകരിക്കില്ല. അത് എന്റെ തീരുമാനം തന്നെയാണ്. അത് ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഒന്നും ഉണ്ടായിരിക്കുകയില്ല. അല്ല, ഞാൻ പറഞ്ഞല്ലേ, ഇപ്പം ഞാനിപ്പോ ഒരു പേര് പറഞ്ഞ നാളെ ഇതിന്റെ പേരിലേക്ക് ഞാൻ കുറിച്ച് ഞാൻ പറഞ്ഞത് അങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നമുക്കറിയാവുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ സിനിമയ്ക്കുള്ളിൽ ഇപ്പൊ നിങ്ങളെക്കാൾ കൂടുതലായിട്ട് സിനിമയ്ക്കുള്ളിൽ ഇത് ആരൊക്കെ ചെയ്യുന്നുണ്ടോ ഒരുപക്ഷെ നമുക്കറിയാൻ പറ്റും. നമ്മളോട് പലരും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ളവർ വേണ്ട. ഇപ്പൊ ഈ പറയുന്ന ഇന്നലെ തന്നെ ഇപ്പൊ ഷൈൻ ചേട്ടന്റെ ഒരു വീഡിയോ എവിടെയോ ഹോട്ടലിൽ 3ാമത്തെ ചാടുന്നത് ഒരു വീഡിയോ ഞാൻ കണ്ടു. ഞാൻ ചോദിക്കുന്നത് ഇദ്ദേഹമൊക്കെ ഇത് ചെയ്തു, അദ്ദേഹത്തിന് ഇത് സംഭവിച്ചതിനുള്ള അവസ്ഥ അദ്ദേഹം ചിന്തിക്കാണ് ചെയ്തിരിക്കുന്നത്. അതിനെ ന്യായീകരിക്കാൻ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇതിന്റെ പ്രശ്നം വെച്ചാൽ ഇവരുടെ കൂടെ നിന്ന് സംസാരിക്കാൻ കുറെ ആളുകളുണ്ട്, ഇതിനെ എതിർക്കാനും കുറെ ആളുകളുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ഇതിങ്ങനെ ചർച്ചയായി പോയി ഇത് എങ്ങും എത്താതെ നാളെ പുതിയൊരു വാർത്ത വരുമ്പോൾ നിങ്ങൾ ചാനലുകാരും അതിന്റെ പുറകെ പോകും. ഇത് അവിടെ നിൽക്കും. ഇതിന് വേണ്ട ഒരു പെർമനന്റ് സൊല്യൂഷനാണ്. അത് എന്റെ ഒരു ചിന്ത വെച്ചാൽ ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകാന്നുള്ളതാണ്. കാരണം പോലീസും എക്സൈസും ഒക്കെ ഇതിന്റെ സ്ട്രോങ് ആയിട്ട് നടപടിയെടുക്കുക. 1-2 കേസുകളിൽ ശക്തമായ രീതിയിലുള്ള താക്കീതോ അല്ലെങ്കിൽ നിയമപരമായിട്ട് നടപടിയോ വന്നാൽ ഓട്ടോമാറ്റിക്കലി ഇതിന്റെ പേടി വരും. പിന്നെ ഇത് സപ്ലൈ ചെയ്യുന്ന കുറെ ആളുകളുണ്ട് ഇവിടെ, അവരെ കണ്ടെത്തുക, അവരെ ഇതിൽ നിന്ന് നിയമപരമായി തന്നെ അവരെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നതാണ് ഇതിന്റെ ഒരു വഴിയെന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ സിനിമാ സെറ്റുകളിൽ മാത്രമല്ല, ഇതിന്ന് നമ്മുടെ സമൂഹത്തിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ എങ്ങനെ ചെയ്യാൻ പറ്റുന്ന ഒരു തീരുമാനം നിയമപരമായിട്ട് ഇവിടുത്തെ സർക്കാരും പോലീസും എക്സൈസും എടുക്കുക. ശരി, നന്ദി ശ്രീ അഭിലാഷ് പിള്ള. എന്തായാലും അദ്ദേഹത്തിന്റെ ഒരു ഉറച്ച തീരുമാനമാണ്. അദ്ദേഹം സഹകരിക്കുന്ന സിനിമാ സെറ്റുകളിൽ ഇത്തരം ലഹരി ഉപയോഗിക്കുന്നവർ ഉണ്ടാവുകയില്ല എന്നുള്ളത്. അതുപോലെ തന്നെ സിനിമാ സംഘടനകൾ അടിയന്തരമായി ഈ തീരുമാനം എടുക്കണമെന്നും ശ്രീ അഭിലാഷ് പിള്ള ആവശ്യപ്പെടുകയാണ്. ശ്രീ AK സന്തോഷ്, ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുവാൻ സിനിമാ സംഘടനകൾക്ക് കഴിയുമോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? പല നിയന്ത്രണങ്ങളും പല ആളുകളിൽ നിന്നും ഉണ്ടാവുന്നതാണല്ലോ സിനിമാ സംഘടനകളിലും. മഞ്ജുഷ്, ഞാൻ കാര്യം പറയാം. സിനിമാ സംഘടനകളായാലും വ്യക്തികളായാലും നമുക്ക് ചില പരിമിതികളുണ്ട്. ഇപ്പൊ ശ്രീ ജോസ് തോമസിനെ ഇരുത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാൻ ഫെഫ്കയിലെ അംഗമാണ്, റൈറ്റേഴ്സ്. ഒരു സംഘടനയിൽ ഒരു വ്യക്തിയെ കുറിച്ച് ഇദ്ദേഹം ലഹരി ഉപയോഗിച്ച് ഒരു സെറ്റിൽ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു മറു ചോദ്യം മഞ്ജുഷിനോട് ചോദിക്കുകയാണ്. ഇപ്പൊ ഇദ്ദേഹത്തിനെതിരെ ഈ സോക്കോൾഡ് ഈ നടനെതിരെ വന്ന ഒരു കംപ്ലൈന്റിൽ ആ കംപ്ലൈന്റിന്റെ ഇന്റൻസിറ്റി കുറഞ്ഞ് ആ കംപ്ലൈന്റ് ലോഡ്ജ് ചെയ്ത വ്യക്തി പോലും അതിൽ നിന്ന് പിന്മാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കാണുന്നു. കോടതി പറഞ്ഞിരിക്കുന്ന അദ്ദേഹം ശ്രീമതി ആശ ഉണ്ണിത്താൻ അദ്ദേഹം അഡ്വക്കേറ്റ് എന്നാണ് എന്റെ വിശ്വാസം. ഇരയുടെ പേരെ പറയാൻ പാടില്ല എന്നുണ്ട്. പ്രതിയുടെ പേര് പറയുന്നതിന് കുഴപ്പമില്ല. ഇവിടെ പ്രതിയുടെ പേര് ശ്രീ സജി നന്ദിയാട്ട് ഡിസ്ക്ലോസ് ചെയ്തെന്നുള്ള പേരിലാണ് അദ്ദേഹത്തെയാണ് കുറ്റക്കാരനാക്കുന്നത്. ഇതുപോലുള്ള ഇമ്മ്യൂണിറ്റികൾ അല്ലെങ്കിൽ ഇതുപോലുള്ള ഒട്ടും നമുക്ക് ലോജിക്കില്ലാത്ത തർക്കങ്ങളുമായിട്ട് വന്നിട്ട് ഒരു പരാതിയെ ഒന്നുമല്ലാതാക്കി തീർക്കുന്നത് ഈ പരാതി തന്ന ആള് തന്നെ. പിന്നെ സംഘടനകൾക്ക് എപ്പോഴും ഇതിലൊരു പരാതി. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അദ്ദേഹത്തിന് അത് ഏതൊരു സിനിമ ഒരു നടൻ കഞ്ചാവ് കിട്ടാതെ വെളുപ്പിന് 3 മണിക്ക് കഞ്ചാവ് കിട്ടാതെ ഞാൻ അഭിനയിക്കില്ല എന്ന് പറയുമ്പോൾ അത് വെളിപ്പെടുത്താൻ എന്നോ നടന്നൊരു സംഭവം ഇന്നാണ് പറയുന്നത്. അപ്പോ അതും ഒരു പ്രശ്നമാണ്. സംഘടനയ്ക്ക് നിയമപരം ലോ ആൻഡ് ഓർഡർ കൈയെടുക്കാൻ ഒരു സംഘടനയ്ക്കും അധികാരം കൂടി വന്നാൽ അദ്ദേഹത്തിന് ആ മെമ്പർഷിപ്പ് റദ്ദ് ചെയ്ത് വിടാം. അതുകൊണ്ട് അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നത് റദ്ദാക്കുന്നില്ല. അപ്പോ ഒരു സിനിമാ സെറ്റിൽ എപ്പോഴും സംഭവിക്കുന്നത് ഒരു ആണിന് അല്ലെങ്കിൽ മറ്റുള്ള ക്രൂസിനൊന്നും ഇതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ബാധിക്കുന്നില്ല. പ്രൊഡ്യൂസർക്ക് ചിലപ്പോൾ ബാധിക്കുമായിരിക്കും. സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിൽ മോശമായിട്ട് പൗരവാദിയായിട്ട് അല്ലെങ്കിൽ മോളസ്റ്റേഷൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത്. ഇപ്പോഴും നടന്നത് അത് തന്നെയാണ്, അല്ലേ? അതും ഒരു പരിധി കഴിയുമ്പോൾ ബ്രെയിൻ വാഷിങ്ങും വൈറ്റ് വാഷിങ്ങും ഒക്കെ ആയിട്ട് ഈ പരാതിക്കാരി തന്നെ ഇത് പതുക്കെ ഇതൊന്ന് വിഡ്രോ ചെയ്ത് പോകുന്ന അത് ഇവർക്ക് വളരെ ഒരു സേഫ്റ്റി സൈഡുമാണ്. അവിടെ ഈ അഭിലാഷ് പിള്ള പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ അത് പ്രായോഗികമാണോ? ഇപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഒക്കെ വൈറ്റ് വാഷ് ചെയ്യപ്പെടും. വെള്ളം പൂശാൻ ആളുകളുണ്ടല്ലോ. അപ്പോൾ അഭിലാഷ് പറയുന്നു ഇവരെ സഹകരിപ്പിക്കുകയേ ചെയ്യരുത് എന്ന് സിനിമയിലുള്ളവർ തീരുമാനമെടുക്കണമെന്ന്. നടക്കുന്ന കാര്യമാണോ അത്? മഞ്ജുഷ്, ഈ 2 പേര് മാത്രമല്ല സിനിമയിൽ ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ്. നമുക്ക് വേറെ തെളിവുകൾ നമ്മുടെ മുമ്പിൽ നാളെ പരാതി വരുമ്പോൾ ചിലപ്പോൾ അവർ ഡിസ്ക്ലോസ് ആയിരിക്കും. ഇവരെ 2 പേരെ മാറ്റി നിർത്തിയാലും അടുത്ത 2 ശ്രീനാഥ് ഭാസിമാരും ഷൈൻ ടോം ചാക്കോയും വരും. എനിക്ക് സത്യം പറഞ്ഞാൽ ഇവരുടെ പേരുകൾ ഇങ്ങനെ പറയുന്നതിൽ ഭയങ്കര വിഷമമുണ്ട്. കാരണം നമ്മുടെ സഹപ്രവർത്തകരാണ്, ഞാൻ സിനിമ ചെയ്തിട്ടുള്ളവരാണ്. വ്യക്തിപരമായി എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും അവരെ ഉണ്ടായിട്ടില്ല.
പക്ഷേ ഇത് പറയാതിരിക്കാൻ നിവൃത്തിയിൽ സത്യസന്ധമായ കാര്യമാണ് നമ്മൾ ഈ ചാനലിൽ ലക്ഷം ആളുകളുടെ മുമ്പിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇതിനെങ്ങനെയാണ് പരിഹാരം? നാളെ ഞാൻ തുടങ്ങുകയാണ്. ഇന്നും ഞാൻ ഇതുവരെ മദ്യം അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചിട്ടില്ല. ഞാൻ നാളെ തുടങ്ങി എന്ത് ചെയ്യാൻ പറ്റും? ഞാൻ തിരക്കഥാകൃത്താണ്. ഞാൻ അടുത്ത സിനിമ മുതൽ ഞാൻ MDM കഴിച്ചോണ്ട് എഴുതുന്നു പറഞ്ഞാൽ ഇവർക്ക് എങ്ങനെ മുൻകൂർ എങ്ങനെ തയ്യാറെടുക്കാൻ പറ്റും? ഇത് നടക്കുന്ന ഇത് സിനിമയിലെ നമുക്ക് ഇവരെ മാറ്റി നിർത്താം. ശരി, ഇവർ രണ്ടുപേരും അടുത്ത നാളെ സിനിമയിൽ വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി നിർത്താം. അടുത്ത വരുന്നവർ ഇത് തുടങ്ങുകയല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഇവിടെ നമ്മള് ഈ ലഹരികളുടെ വകുപ്പുകൾ നമ്മൾ ചെയ്യുമ്പോൾ മാത്രം മദ്യം അല്ലെങ്കിൽ ചാരായം, ബ്രാൻഡി, വിസ്കിക്ക് ഒന്നും അത്ര രൂക്ഷതയില്ല. കഞ്ചാവിനും അത്ര രൂക്ഷതയില്ല. MDMA ആണ് ഇപ്പൊ വില്ലൻ. ഈ MDMA അടിച്ചു വരുന്നവനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അവന്റെ കയ്യിൽ നിന്ന് വയലന്റ് ആയിട്ടുള്ള റിയാക്ഷൻ വരുമ്പോൾ മാത്രമേ നമുക്കിത് മനസ്സിലാവുള്ളൂ ഇത് കഴിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം. എന്റെ കൂടെ ഡിസ്കഷൻ ഇരിക്കുന്ന ഒരു വ്യക്തി ഇത് കഴിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ചേട്ടാ, ഒരു സീൻ നമുക്ക് ഇങ്ങനെ എഴുതാം എന്ന് പറഞ്ഞാൽ അയ്യോ ഇങ്ങനെ വേണ്ട, നമുക്ക് ഇതാണ് എന്റെ മനസ്സിൽ എന്ന് പറഞ്ഞ രണ്ടാമത്തെ വാക്കിന് എന്റെ കണ്ണക്കുറ്റിക്ക് അടിക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഇയാള് ഇത് അടിച്ചിട്ടുള്ള കാര്യം. അപ്പോ ഇതില് പിന്നെ അപ്പൊ ഞാൻ പരാതി പറയണം. ഈ പരാതികൾ അതേ ഞാൻ പറഞ്ഞു, ഫിസിക്കൽ വയലേഷനോ സെക്ഷൽ മോളസ്റ്റേഷനോ ഒക്കെ ഒരു തെറ്റിലോ അല്ലെങ്കിൽ പ്രവൃത്തി സ്ഥലത്തോ ജോലി സ്ഥലത്തോ നടക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഡീപ്പായിട്ട് പോവുകയും ആ വ്യക്തിക്ക് ഇതാണ് കാരണം എന്ന് പറയുകയൊക്കെ ചെയ്യുന്നത്. പിന്നെ ഇതൊന്നും ഒരു സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ടതല്ല. അദ്ദേഹത്തെ ഡി അഡിക്ഷൻ സെന്ററിലേക്ക് കൊണ്ടുപോകുക എന്നുള്ളതും ചികിത്സിക്കുക എന്നുള്ളതും നമുക്ക് അവരെ റൂൺ ചെയ്ത് മാറ്റി നിർത്താനേ പറ്റുള്ളൂ. സഹതാപപൂർവ്വം നമുക്ക് പറയാം അവർ നന്നായാൽ നമുക്ക് തിരിച്ചെടുക്കാം. എനിക്ക് തോന്നുന്നില്ല അത് അവർ അത് അവരുടെ സ്വാതന്ത്ര്യമാണ് അവർ കഴിക്കുക എന്നുള്ളതോ അല്ലെങ്കിൽ അതിന്റെ നിയമപരമായുള്ള പ്രശ്നങ്ങൾ അവർ നേരിടുക എന്നുള്ളത് അവരുടെ സ്വാതന്ത്ര്യമാണ്, അവരുടെ അവകാശമാണ്. അതിന്റെ കോൺസിക്വൻസ് അവർ അനുഭവിക്കുന്ന അവർ തന്നെയാണ്. അവർ മൂലം എനിക്കോ മഞ്ജുഷിനോ ജോസ് തോമസിനോ അല്ലെങ്കിൽ ശ്രീജിത്ത് മണിക്കറോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ തന്നെ കുറച്ച് കഴിയുമ്പോൾ പലരും നമ്മൾ പറഞ്ഞു നമ്മുടെ ആളല്ലേ, കുട്ടികളെ സന്തോഷം എന്തിനാണ് ശത്രുത, അയാൾ രക്ഷപ്പെട്ടു പോട്ടെ, പാപം അയാൾ ജീവിച്ചു വരുന്നുള്ളൂ, സിനിമയിൽ പിച്ച വെച്ച് വരുന്നുള്ളൂ, വിട്ടേക്ക്, ഞാനും വിടും. അങ്ങനെ വിടുന്നതാണ് ഇവർക്കൊക്കെയുള്ള ഒരു വലിയ ഇമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ പറയുന്നതെല്ലാം കേട്ടിട്ട് ശ്രീജിത്ത് പണിക്കർ ഈ പറഞ്ഞു വരുമ്പോൾ ഈ കുറേ കാലങ്ങളായിട്ട് തന്നെ, കുറേ മാസങ്ങളായിട്ട്, കുറച്ച് വർഷങ്ങളായിട്ട് ഈ പറയുന്ന ആളുകൾ ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും ഒക്കെ ഈ സെറ്റിൽ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ച് വരുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അവർക്ക് വേണ്ടി പലരും പലതും സഹിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ അഭിലാഷ് പിള്ളയെ പോലുള്ളവർ തീരുമാനമെടുത്തിരിക്കുകയാണ് ഞങ്ങളുടെ സെറ്റിൽ എന്തായാലും ഇത്തരം ആളുകൾ ഇനി ഉണ്ടാവുകയില്ല എന്ന്. പക്ഷേ അവിടെയും അത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? മറ്റൊരു കാര്യം പറയുന്നത് ഷൈൻ ടോം ചാക്ക് ഇപ്പോൾ ഒരു നോട്ടീസ് നൽകിക്കൊണ്ട് പോലീസ് എന്തോ വലിയ കാര്യം കാണിക്കാൻ പോകുന്നു എന്നാണ്. വീട്ടിൽ പോയി നോട്ടീസ് കൊടുത്തു. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും ഈ ഷൈൻ ടോം ചാക്കോയെ ഒരു രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്ന ഒരു സമീപനമല്ലേ ഇപ്പോൾ കാണുന്നത്? ശ്രീ മഞ്ജുഷ്, ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഇന്ന് ശ്രദ്ധയിൽപ്പെട്ട രസകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് രാജ്യസഭ MP ആയിട്ടുള്ള CPM നേതാവ് ശ്രീ A റഹീമിൻ്റെതാണ്. അദ്ദേഹം പറയുന്നത്, എല്ലാവരും അത് തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ജോസ് തോമസും അത് പറയുന്നത് കേട്ടു. ഇന്നത്തെ ഏറ്റവും രസകരമായ ഒരു കമന്റ് ആയിരുന്നു എന്ന്. അതാണ്, അതായത് ഞാൻ ഈ ചർച്ചയിൽ അല്പം വൈകിയാണ് കയറിയത്, അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടില്ല. എന്തായാലും ഇവിടെ ആരാണ് ഭരിക്കുന്നത് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായ ബോധ്യമുള്ള ആൾ തന്നെയാണ് ശ്രീ ഷൈൻ ടോം ചാക്കോ. കാരണം ഈ കഴിഞ്ഞ ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം അന്നത്തെ ദിവസം തന്നെ ഭരണ തുടർച്ച ഉണ്ടാകുന്നുണ്ട് എന്നറിഞ്ഞ സമയത്ത് തന്നെ അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ചിത്രമടക്കം, ശ്രീ പിണറായി വിജയന്റെ ചിത്രമടക്കം പോസ്റ്റ് ചെയ്ത നടനാണ് ശ്രീ ഷൈൻ ടോം ചാക്കോ. അപ്പൊ അതുകൊണ്ട് ആരാണ് ഇവിടെ ഭരിക്കുന്നത് എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ഇനി ശ്രീ റഹീം ഉൾപ്പെടെയുള്ള ആൾക്കാർ പറയേണ്ടത് ആ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണോ ഇങ്ങനെയുള്ള ബിഹേവിയർ ഇവരുടെ ഭാഗത്ത് നിന്ന് തുടർച്ചയായിട്ട് ഉണ്ടാകുന്നത് എന്നാണ്. കാരണം ഒരു കാര്യം കൂടിയുണ്ട്, കഴിഞ്ഞ മയക്കുമരുന്ന് കേസിൽ രക്ഷപ്പെടുത്തിയതാണോ എന്നുള്ള കാര്യം കൂടി പറയേണ്ടി വരും. അതെ, അതാണ് ഞാൻ പറയാൻ വന്നത്. കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 2015 കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ കൊക്കൈൻ കേസ്, അതിലെ പ്രതിയായിരുന്നു ശ്രീ ഷൈൻ, അദ്ദേഹത്തിന്റെ ചില സുഹൃത്തുക്കൾ. അപ്പൊ ആ കേസ് എങ്ങനെയാണ് പിന്നീട് തേഞ്ഞു മാഞ്ഞു പോയത് എന്നും ഇവരെങ്ങനെയാണ് അതിൽ നിന്ന് രക്ഷപ്പെട്ടത് എന്നും ഇവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ഇവരെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധിന്യായത്തിൽ തന്നെ കോടതി അതിശക്തമായിട്ട് പ്രോസിക്യൂഷന്റെ ഭാഗത്ത്, അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന വീഴ്ചയെക്കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ അത് വളരെ എലമെന്ററി ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ മഞ്ജുഷ് ചോദിച്ച ചോദ്യവുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വളരെ എലമെന്ററി ആയിട്ടുള്ള ഒരു നാർക്കോട്ടിക്സ് കേസ് അന്വേഷിക്കുന്ന സമയത്ത് അതിന്റെ പ്രോസിക്യൂഷനുമായി ബന്ധപ്പെട്ട്, വിചാരണയുമായി ബന്ധപ്പെട്ട് കോടതിയിൽ എന്താണ് അഡ്മിസിബിൾ എവിഡൻസ് എന്നതിനെ കുറിച്ച് അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർക്കും പ്രോസിക്യൂഷൻ ടീമിലുള്ള ആൾക്കാർക്കും വളരെ കൃത്യമായിട്ടുള്ള ഗ്രാഹ്യമുള്ളതാണ്.
അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഈ പിടിച്ചെടുക്കുന്ന സബ്സ്റ്റൻസ് അതിൽ നിന്ന് ഇപ്പോൾ ഈ കൊക്കൈനിലെ ക്ലോറൈഡ് എന്ന് പറയുന്നത് പോലെ വേർതിരിച്ചെടുക്കേണ്ടതാണെങ്കിൽ അതിൻ്റെ കെമിക്കൽ ടെസ്റ്റ് നടത്തണം. ഈ ആൾക്കാരുടെ എല്ലാം തന്നെ രക്തപരിശോധന നടത്തണം. ഇവരിത് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി കൃത്യമായിട്ടുള്ള അറിവുണ്ടാകണം. അതേപോലെ റെയ്ഡ് ചെയ്യുന്ന സമയത്ത് ഒരു വനിതാ ഗസറ്റഡ് ഓഫീസറുടെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ അത് ഉറപ്പുവരുത്തണം. പിന്നെ യാതൊരു വിധത്തിലുള്ള ക്രമക്കേടുകളും അന്വേഷണ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല, തെളിവ് ഏതെങ്കിലും രീതിയിലത്തേക്ക് ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടില്ല തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ ഇതിൽ പരിശോധിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ പ്രതികളായിട്ടുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫ്ളാറ്റിൽ നിന്ന് ഈ കൊക്കൈൻ കണ്ടെത്തി എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവരെല്ലാവരും ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ ഇത് രണ്ടും തമ്മിൽ ലിങ്ക് ചെയ്യുന്നതിന് വേണ്ടി പോലീസിനെ അല്ലെങ്കിൽ പ്രോസിക്യൂഷൻ ഇത്ര വർഷം കഴിഞ്ഞതിന് ശേഷവും സാധിച്ചില്ല എന്നുള്ളതാണ് പ്രശ്നം. അവിടെ നിന്ന് കണ്ടെത്തിയിരിക്കുന്ന പല വസ്തുക്കളും സെർച്ച് മെമ്മോയിൽ ഉൾപ്പെടുത്തുന്നില്ല തുടങ്ങിയ കുറേയധികം കാര്യങ്ങൾ അതിൽ കോടതി തന്നെ പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിനർത്ഥം ഈ പ്രോസിക്യൂഷൻ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണല്ലോ. അപ്പൊ നമ്മുടെ സർക്കാരിന് വേണ്ടി വാദിക്കുന്ന ആൾക്കാർക്ക്, തെളിവ് ശേഖരിക്കുന്ന ആൾക്കാർക്ക്, അതിനെക്കുറിച്ച് പഠിക്കുകയും ഡെലിബറേറ്റ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാർക്ക് വീഴ്ച വന്നു എന്ന് ഞാൻ പറയില്ല. മറിച്ച് അവരുടെ ഭാഗത്ത് നിന്ന് ഒരു കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. അപ്പൊ അതിന്റെ തുടർച്ച ഇപ്പൊ ഈ ഒരു കേസ് നോക്കിക്കോളൂ. ഈ സംഭവം നടന്നിരിക്കുന്നതെന്നാണ് 16-ാം തീയതി രാത്രിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോ ഏതാനും മണിക്കൂറുകൾക്ക് മുൻപ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ശ്രീ ഷൈൻ ടോം ചാക്കോ എറണാകുളം ACPയുടെ മുന്നിൽ ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നാളെ രാവിലെ 10 മണിക്ക്. എന്ന് പറയുമ്പോൾ എത്രാം തീയതിയായി? 19-ാം തീയതിയായി. അതായത് 16-ാം തീയതി നടന്ന ഒരു സംഭവത്തിൽ 19-ാം തീയതി നിങ്ങൾ ഹാജരാകൂ എന്ന് പറയുകയാണ്. ഇനി അദ്ദേഹത്തിന്റെ പുറത്ത് എന്തെങ്കിലും വൈദ്യപരിശോധനയോ മറ്റു കാര്യങ്ങളോ ഒക്കെ നടത്തി കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഇപ്പോൾ അറിവായിട്ടുള്ളത് അദ്ദേഹം നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഹാജരാകുമെന്നാണ് അദ്ദേഹത്തിന്റെ അച്ഛൻ ഷൈൻ ടോം ചാക്കോയുടെ പിതാവ് പറഞ്ഞിട്ടുള്ളത്. നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് ഹാജരാകാൻ വേണ്ടി വരുമെന്നാണ്. അതെ. അപ്പോൾ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞതുപോലെ ഒരു 3 ഡേ ഗ്യാപ്പ് ഉണ്ട്. ആ 3 ഡേ ഗ്യാപ്പ് ഒരു ഡ്രഗ് യൂസ് കേസാണ് സസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ എത്രത്തോളം റെലവെന്റ് ആണെന്ന് എനിക്കറിയില്ല. കാരണം ചില സബ്സ്റ്റൻസ് ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് 1 മാസം വരെ അതിന്റെ ട്രേസസ് അവരുടെ ശരീരത്തിൽ നിന്ന് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും തുടങ്ങിയ കുറേയധികം കാര്യങ്ങളുണ്ട്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിവുള്ളതുപോലെ അദ്ദേഹം ആ ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങി ഓടി എന്നതുകൊണ്ട് ഒരു കുറ്റം അവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതിന് പറ്റുന്ന രീതിയിലത്തേക്കുള്ള ഏതെങ്കിലും ഒരു വകുപ്പൊന്നും തന്നെ നമ്മുടെ നിയമസംഹിതയിൽ ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ പെരുമാറ്റം സജസ്റ്റ് ചെയ്യുന്നത് അദ്ദേഹത്തിന് എന്തോ ഹൈഡ് ചെയ്യാനുണ്ട് എന്നാണ്. അതല്ല എങ്കിൽ തന്റെ മുറിയിലേക്ക് വരുന്ന ഒരാളെ പോലീസ് ഉദ്യോഗസ്ഥരാണ് പ്രത്യേകിച്ച്, അവരെ ഭയപ്പെട്ട് അദ്ദേഹം അവിടെ നിന്ന് തന്റെ സ്വന്തം ജീവൻ തന്നെ റിസ്ക് ചെയ്യുന്ന രീതിയിലത്തേക്ക് ഒരു പാർക്കൂർ ഫൈറ്റ് ഒക്കെ നടത്തുന്ന രീതിയിലത്തേക്ക് അവിടെ നിന്ന് ഇറങ്ങിപ്പോകേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇതൊരു ലാർജർ പ്രശ്നമായിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ഈ ബിഹേവിയർ നമ്മുടെ മലയാള സിനിമയിലുള്ള ആൾക്കാർ ഇത്രയും കാലം ടോളറേറ്റ് ചെയ്യുകയായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അദ്ദേഹം അഭിനയിക്കുന്ന ആദ്യത്തെ സിനിമയല്ല, അദ്ദേഹത്തിനെതിരെ പരാതി ഉണ്ടാകുന്നത് ആദ്യമായിട്ടല്ല, അദ്ദേഹം മികച്ച നടനൊക്കെ തന്നെ ആയിരിക്കാം. പക്ഷേ ആ പ്രശ്നങ്ങൾക്കും അപ്പുറം അദ്ദേഹത്തിന്റെ സിനിമയിൽ സഹകരിപ്പിക്കുന്നതിന് വേണ്ടി ഇവിടെയുള്ള നിർമ്മാതാക്കൾ, തിരക്കഥാകൃത്തുക്കൾ, സംവിധായകർ ഒക്കെ തന്നെ ശ്രമിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന അദ്ദേഹം മലയാള സിനിമയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഒരു അവിഭാജ്യ ഘടകമായി മാറിയത് കൊണ്ടാണോ ആ രീതിയിലത്തേക്കെല്ലാം ഇവർ വഴങ്ങാനായിട്ട് തയ്യാറായത്? ഏതൊക്കെ ഘട്ടത്തിലാണ് ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ സിനിമ സെറ്റിൽ തന്നെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ആ സിനിമയുടെ ഭാഗമായിട്ടുള്ള ആൾക്കാർ ഏതൊക്കെ സമയത്താണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ട് തയ്യാറായിരിക്കുന്നത്? അവരുടെ പ്രോഡക്റ്റിന് യാതൊരു വിധത്തിലുള്ള പ്രശ്നമില്ല എന്ന് എൻഷുർ ചെയ്തതിന് ശേഷം. എന്ന് വെച്ചാൽ എന്റെ പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം എനിക്ക് വേണമെങ്കിൽ പറയാം, ഇന്ന നടൻ ഇങ്ങനെയാണ് പെരുമാറിയിരിക്കുന്നത്, മറ്റേ നടൻ എന്നോട് വെളുപ്പിനെ 3 മണിക്ക് കഞ്ചാവ് ചോദിച്ചു തുടങ്ങിയ കാര്യങ്ങൾ പറയാം. ഞാൻ പറയുന്നത് ഇത് ആദ്യമായിട്ടല്ല ഇവർ ചെയ്യുന്നത് എന്നതിനെ കുറിച്ച് ഇവർക്ക് നന്നായിട്ട് അറിയാം. ഒരാളിനെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇയാളുടെ സെറ്റിലെ ബിഹേവിയർ എങ്ങനെയാണ്, ഇയാളുടെ മൊത്തത്തിലുള്ള ഒരു നടൻ എന്ന രീതിയിലല്ല ഒരു വ്യക്തി എന്ന രീതിയിലത്തേക്കുള്ള അയാളുടെ ഡെമീനിയർ എങ്ങനെയാണ്, ഈ കാര്യങ്ങളെ പറ്റി വളരെ കൃത്യമായ ധാരണ ഉണ്ടായിട്ടും ഇവരെല്ലാം തന്നെ കാസ്റ്റ് ചെയ്യുകയും ഇവരുടെ ഡേറ്റ് എടുക്കുകയും ഈ സിനിമ ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അവരവരുടെ പ്രോഡക്റ്റിന് ഫൈനാൻഷ്യൽ ആയിട്ടുള്ള നഷ്ടം ഉണ്ടാകരുത് എന്നുള്ള ഒരൊറ്റ കാര്യത്തിൽ മാത്രമാണ് ഈ ആൾക്കാരെല്ലാവരും തന്നെ ഈ ഒരു അവരുടെ ആ ഒരു ടോളറൻസ് ലിമിറ്റ് എന്ന് പറയുന്നതാണ്. ഇവരുടെ എപ്പോഴും പരാതി വന്നിരിക്കുന്നവരാണ്. അവരുടെ സിനിമയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നം ഇവരുടെ ഭാഗത്തു നിന്നുള്ളപ്പോഴാണ്. അല്ലാത്തപ്പോൾ ഇവർക്ക് പരാതിയില്ല. എന്ന് വെച്ചാൽ ഒരു നടന്റെ വ്യക്തിപരമായിട്ടുള്ള പെരുമാറ്റം, ഒരു നടന്റെ സെറ്റിലുള്ള മോശം ബിഹേവിയർ, ഇതൊക്കെ തന്നെ ആ സിനിമയെ ബാധിക്കുന്നില്ല എങ്കിൽ ഇവരാരും തന്നെ ഒന്നും പറയാറില്ല. ഇത് നമ്മൾ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഈ ചർച്ച 1-2 നടന്മാരിലേക്ക് കേന്ദ്രീകരിക്കുന്നതുകൊണ്ട് കാര്യമില്ല. ഇൻഡസ്ട്രിയിലെ നിരവധി ആൾക്കാർ, ടെക്നീഷ്യൻസ്, അഭിനേതാക്കളെ ഒക്കെ തന്നെ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഉപയോഗിക്കുന്ന പല ആൾക്കാർക്കും തുടർച്ചയായിട്ട് സിനിമകൾ കിട്ടുകയും അവർ ഈ കാണിക്കുന്ന മോശം പ്രവൃത്തിയെ കണ്ടില്ല എന്ന് നടിക്കുക, കേട്ടില്ല എന്ന് നടിക്കുകയും ചെയ്യുന്ന മറ്റ് സിനിമാ പ്രവർത്തകർ ഇവിടെ ഉള്ളത് തന്നെ കാണിക്കുന്നത് ഇവർക്ക് ആർക്കും തന്നെ പ്രത്യേകിച്ച് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നല്ല, സോഷ്യൽ കമ്മിറ്റ്മെന്റ് ഇല്ല എന്ന് തന്നെയാണ്. എന്റെ സിനിമയുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എനിക്ക് ഡേറ്റ് തരുന്നു, എന്നിട്ട് എനിക്ക് കറക്റ്റ് സമയത്ത് അതുകൊണ്ട് തന്നെയാണല്ലോ പരാതികളും ഇല്ലാത്തത്. സംഘടനകൾക്ക് അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് ജോസ് തോമസിന്റെ അഭിപ്രായം വന്നത് ഇവിടെ.
അല്ല, ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. സംഘടനകൾക്ക് ചെയ്യാമായിരുന്നുവെങ്കിൽ നേരത്തെ ചെയ്യാമായിരുന്നു. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള പ്രൊഡ്യൂസേഴ്സ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ? ഒന്നിലധികം തവണ പത്രസമ്മേളനങ്ങൾ നടത്തിയിട്ട് സിനിമാ സെറ്റുകളിലെല്ലാം തന്നെ ഇതേപോലെയുള്ള ഒരു മോശം പ്രവണതയുണ്ട് എന്ന് പറയുന്നുണ്ട്. ശരി, അത് അപ്രീഷിയേറ്റ് ചെയ്യപ്പെടാവുന്നതാണ്. അവർ പറയുന്നുണ്ട്, കാരണം അവരാണ് പണം മുടക്കുന്നത്, അവരത് പറയുന്നുണ്ട്. അത് കേട്ടതിന് ശേഷം എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു ആക്ഷൻ എടുക്കാനായിട്ട് സംസ്ഥാന സർക്കാർ തയ്യാറില്ല. സിനിമാ വകുപ്പ് ഇവിടെയുണ്ട്, എക്സൈസ് വകുപ്പുണ്ട്, ഇവരൊന്നും തന്നെ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു എഫേർട്ട് അതിന് വേണ്ടിയിട്ട് ഇട്ടിട്ടില്ല. ഇനി രണ്ട്, ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇവരോടെല്ലാം തന്നെ സഹകരിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു സിനിമയിലെ ഷൂട്ടിങ്ങിനെ ബാധിക്കാത്ത രീതിയിലത്തേക്ക് ഈ എൻക്വയറി നടത്താവുന്നത് എന്ന് ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ പറയുന്നത് മറ്റെല്ലാ മേഖലയിലും. ഇപ്പൊ ഒരു ബാങ്കിലെ സ്റ്റാഫാണെന്ന് കരുതിക്കോളൂ. ബാങ്കിലെ സ്റ്റാഫാണ്, അയാൾ ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ആ ബാങ്കിന്റെ റെപ്യൂട്ടേഷൻ എന്തായി മാറും എന്നതൊന്നും ഈ പോലീസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ എക്സൈസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ കൺസേണേ അല്ല. അപ്പൊ എന്തിനാണ് ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയെ മാത്രമായിട്ട് നമ്മൾ പരിമിതപ്പെടുത്തുന്നത് എന്നുള്ള ഒരു പ്രശ്നം. രണ്ട്, ഇതിന്റെ ഒരു ബൈ പ്രോഡക്റ്റ് ആണല്ലോ, ഈ ലഹരിയൊക്കെ ഉപയോഗിക്കുന്നതിന് ഒരു ബൈ പ്രോഡക്റ്റ് ആണല്ലോ ഇവരുടെ മോശം ബിഹേവിയർ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മോശം ബിഹേവിയർ ഉണ്ടാകുന്ന സമയത്ത് പോലും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ വ്യവസ്ഥാപിതമായിട്ടുള്ള നിയമത്തിനെ പൂർണ്ണമായ രീതിയിലത്തേക്ക് ആശ്രയിച്ചുകൊണ്ട് അതിൽ നിന്നൊരു റെമഡി ഉണ്ടാകാനായിട്ട്, ഒരു ലീഗൽ റെമഡി ഉണ്ടാകാനായിട്ട് ശ്രമിക്കാതെ ഇരിക്കുന്നു എന്നുള്ളത് ഇവർക്ക് ധൈര്യം പകരുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരാൾ മാത്രമാണ് ഇത്രയും കാലമായതിനു ശേഷം ഈ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഒരു പരാതിയുമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ആള് പോലും പറയുന്നത് എന്താണ്? പേര് പുറത്തു വരാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല എന്ന രീതിയിലത്തേക്കാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് എവിടെ വരെ ഈ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് കിട്ടും? ഇപ്പൊ സിനിമയുമായി ബന്ധപ്പെട്ട് വിൻസി അലോഷ്യസ് പരാതി കൊടുത്തിരിക്കുന്നു. അപ്പൊ അവരെ പരാതി കൊടുക്കുന്ന എവിടെയാണ്? അമ്മയിൽ കൊടുക്കുന്നുണ്ട്, ഫിലിം ചേംബറിൽ കൊടുക്കുന്നുണ്ട്, ICC കൊടുക്കുന്നുണ്ട്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ കൊടുക്കുന്നുണ്ട്. ഞാൻ പറയുന്നത് ഇതെല്ലാം തന്നെ വളരെ പരിമിതമായിട്ടുള്ള റൈറ്റ്സ് ഉള്ള ഓർഗനൈസേഷൻസ് ആണ്. ഇപ്പൊ ICC, ഇന്റേണൽ കംപ്ലയിന്റ്സ് കമ്മിറ്റി എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്ന സമയത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടുന്ന ഒരു സംവിധാനമാണ്, വളരെ വെൽ എക്വിപ്ഡ് ആണ് എന്നൊക്കെ തോന്നുമെങ്കിലും ഇതിനൊക്കെ തന്നെ ആ വർക്ക് പ്ലേസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കറക്റ്റീവ് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള റെക്കമെൻഡേഷൻസ് കൊടുക്കാൻ മാത്രമുള്ള പവർ മാത്രമേ ഉള്ളൂ. എന്ന് വെച്ചാൽ എന്ത് തരത്തിലുള്ള സൊല്യൂഷൻസ് ആയിരിക്കും ഉണ്ടാവുക? ഒരുപക്ഷെ അദ്ദേഹത്തിനെ വാൺ ചെയ്യുന്നു, അദ്ദേഹത്തിനോട് ഇത്തരം മോശം പെരുമാറ്റം ഉണ്ടാകരുതെന്ന് പറയുന്നു, സെറ്റിൽമെന്റ്, മാപ്പ്, ഇങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങൾക്കപ്പുറത്തേക്ക് ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ എക്സ്റ്റേണലി റെഫർ ചെയ്തിട്ട് ഒരു FIR ഇടാനുള്ള അധികാരമൊന്നും തന്നെ ഇവർക്കില്ല. അവർക്ക് എന്തെങ്കിലും രീതിയിലേക്കുള്ള അധികാരം വരുന്നത് പോലും ഒരുപക്ഷെ ഒരു സെറ്റിൽമെന്റ് ക്ലോസ് അവിടെ ഇവർ രണ്ടുപേരും തമ്മിൽ ഏർപ്പെട്ടതിന് ശേഷം അതൊരാൾ വയലേറ്റ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ അവർക്കതിൽ എക്സ്റ്റേണൽ ഹെൽപ്പ് പോലും എടുക്കാൻ കഴിയുകയുള്ളൂ. എന്ന് വെച്ചാൽ ഇതിന് ആത്യന്തികമായിട്ടൊരു സൊല്യൂഷൻ ഉണ്ടാകണമെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോവുക, അതിന് വേണ്ടിയിട്ടുള്ള ധൈര്യം കാണിക്കണം. ഇപ്പൊ ഞാൻ ചോദിക്കാം, നമ്മുടെ നാട്ടിലുള്ള എത്രയോ നടിമാരുണ്ട്. ഈ നടിമാരിൽ ഈ നടന്മാരുമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ള എത്രയോ ആൾക്കാരിൽ നിന്ന് മോശമായിട്ടുള്ള അനുഭവം ഉണ്ടാകുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഇതേ ആൾക്കാർക്ക് ഒരാൾ ഒരു സെൽഫി ചോദിക്കുന്ന സമയത്ത്, ഒരു പബ്ലിക് ഈവന്റിൽ പങ്കെടുക്കുന്ന സമയത്ത് മോശമായിട്ടുള്ള കമന്റുകൾ ഉണ്ടാകാം, മോശമായിട്ടുള്ള ബിഹേവിയർ ഉണ്ടാകാം, അനാവശ്യമായിട്ടുള്ള ആരെങ്കിലും അവരുടെ ദേഹത്ത് ടച്ച് ചെയ്യുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരിക്കാം. ഞാൻ ചോദിക്കുന്നത്, ആ സമയത്ത് എന്ത് ചെയ്യും? ആ സമയത്ത് നമുക്ക് ഈ ഓർഗനൈസേഷൻസിൽ പരാതി കൊടുത്തുകൊണ്ട് കഴിയുമോ? ഇല്ല. അവിടെ നിങ്ങൾ ഈ രീതിയിലേക്കുള്ള ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഒന്നുമില്ലാത്ത നിങ്ങളൊരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീയാണ്. അപ്പൊ നിങ്ങളെ സഹായിക്കാനായിട്ട് ഇവിടെ പോലീസും എക്സൈസും ഒക്കെ മാത്രമേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾ ധൈര്യപൂർവ്വം പരാതി കൊടുക്കുക. ഇപ്പോ ഈ ചർച്ചയിൽ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് ശ്രീമതി ആശ പറയുന്നത് കേട്ടത് അവരുടെ പേര് പറയാൻ പാടില്ല എന്ന രീതിയിലാണ്. ആ കണ്ടീഷൻസ് ഇവിടെ ആപ്ലിക്കബിൾ ആണോ എന്ന് പോലും എനിക്കറിയില്ല. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു വിക്ടിമിന്റെ പേര് പറയാതിരിക്കുക എന്ന് പറയുമ്പോൾ അത് ചില സെക്ഷൻസ് വെച്ചിട്ടാണ് കോടതികൾ പോലും പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു FIR ഉണ്ടായിരിക്കണം. ഇവിടെ ഒരു FIR ഇല്ല, ഇവിടെ പരാതിയില്ല. ഈ ഇന്റേണലി ഉള്ള കമ്മിറ്റികൾക്ക് അല്ലെങ്കിൽ സിനിമയുമായി ബന്ധപ്പെട്ട ഓർഗനൈസേഷൻസിനാണ് ഈ പരാതി കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. ഒരാളിന് കിട്ടേണ്ടുന്ന നിയമപരമായിട്ടുള്ള പരിരക്ഷ പൂർണ്ണമായും എൻഷുർ ചെയ്യുന്നതിന് വേണ്ടി അവർക്ക് നിയമപരമായി തന്നെ പോകുന്നതിന് വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കാൻ ആൾക്കാർ വരണം. ഇപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് ഈ ആളിന്റെ പേര് പറയാനായിട്ടോ ഈ വിഷയം പബ്ലിക്കായിട്ട് പറയുന്നതിന് വേണ്ടിയിട്ടോ എനിക്ക് താല്പര്യമില്ല എന്ന് നടി പറയുന്നുണ്ടെങ്കിൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, അവർക്ക് ഇതിന്റെ മെനക്കെടുക്കാനായിട്ട് വയ്യ. രണ്ട്, അങ്ങനെ ചെയ്താൽ ഇവിടെ അവരെ സംരക്ഷിക്കുന്ന രീതിയിലേക്കുള്ള സ്ത്രീ സംരക്ഷണ നിയമങ്ങളല്ല ഉള്ളത്. എങ്കിൽ അതിനർത്ഥം നമ്മുടെ ഈ പ്രൊട്ടക്റ്റീവ് ആണ് എന്ന് പറയുന്ന നിയമങ്ങൾ കൂടി പരിഷ്കരിക്കപ്പെടണം. കാരണം ഇവരെ പിന്നെ ഇതിന്റെ പിന്നാലെ പോവുക, അവർക്ക് അവർ വർക്ക് ചെയ്യുന്ന വർക്ക് പ്ലേസിൽ അവർക്ക് ഇനി പ്രൊട്ടക്ഷൻ കിട്ടില്ല എന്നുള്ള ഭയമായിരിക്കുകയില്ലേ സ്വാഭാവികമായിട്ടും ഉണ്ടാവുക? അതും ആവാം. ഞാൻ പറഞ്ഞത് എന്തുകൊണ്ടാണ് ഇന്നവരെ അവർക്കൊപ്പം എന്ന് പറയുന്ന ആളുകൾ നാളെ തിരിയുമെന്ന് അവർക്കറിയാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. അതൊരു ഉറപ്പ് നൽകുവാനായിട്ട് ജോസ് തോമസ് താങ്കൾക്ക് കഴിയുമോ? താങ്കളുടെ സംഘടനയ്ക്ക് കഴിയുമോ? മഞ്ജുഷേ, ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതിലെല്ലാം അടങ്ങിയിട്ടുണ്ട്. സംഘടനയ്ക്ക് തീർച്ചയായിട്ടും കഴിയും. ഞാൻ പറഞ്ഞത് ഈ ഷൈൻ ടോം ചാക്കോയെ കുറിച്ച് ഇന്ന് വരെ അദ്ദേഹം ലഹരി ഉപയോഗിക്കുന്നുണ്ട്. ഇനി ആദ്യത്തെ കൊക്കൈൻ കേസിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടു പോകുന്നു. അത് പോലീസിന്റെ സഹായം കൊണ്ടോ നിയമപാലകരുടെ സഹായം കൊണ്ടോ ഒക്കെ ആയിരിക്കും. രക്ഷപ്പെട്ടു പോകുന്നു കഴിഞ്ഞപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ ഇന്റർവ്യൂ പോലും ഷൈൻ ടോം ചാക്കോ ചോദിക്കുന്നത് എന്താണ്?
എനിക്കെതിരെ വലിയ കേസ് കൊണ്ടുവന്നില്ലേ? എന്തായി? കോടതി ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞില്ലേ? ഇപ്പോൾ ഞാൻ നിരപരാധിയില്ലേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആരൊക്കെ സഹായിച്ചു എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. അപ്പൊ അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന ഒരാളെ പിന്നെ നമുക്ക് ശിക്ഷിക്കാൻ കഴിയില്ല. ഇദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമെങ്കിലും സെറ്റിൽ കൃത്യസമയത്ത് വരുന്നു. 6 മണിക്ക് ഷൂട്ട് എന്ന് പറഞ്ഞാൽ 6 മണിക്ക് എത്തുന്നു. വൈകിട്ട് 9:30 അല്ലെ 10 o'clock വരെ നിൽക്കണമെന്ന് പറഞ്ഞാൽ നിൽക്കുന്നു. അങ്ങനെയൊക്കെ സഹകരിക്കുന്ന ഒരാളാണ്. എന്നാൽ ഈ വിൻസിക്കുണ്ടായ പോലുള്ള ഒരു അനുഭവം ഇതുവരെ ആരും പറഞ്ഞിരുന്നില്ല. ഇക്കഴിഞ്ഞ ദിവസം വിൻസി അലോഷ്യസ് അത് പറയുമ്പോഴാണ് ഇയാളിൽ നിന്നും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി എന്ന് സിനിമാ സംഘടനകളോ സിനിമാ സെറ്റോ അറിയുന്നത്. ഈ വിൻസി പോലും നേരത്തെ പരാതി കൊടുത്തില്ല, ഈ അടുത്ത സമയത്താണ് പരാതി കൊടുത്തത്. ഇത് കഴിഞ്ഞ ഒക്ടോബറിലോ നവംബറിലോ എപ്പോഴും നടന്ന ഒരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് വിൻസിയോട് ആ സമയത്ത് നിങ്ങൾ റിയാക്ട് ചെയ്യാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിക്കും, സിനിമ നിന്നു പോകും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നതാണല്ലോ അവർ പറഞ്ഞത്. ഇപ്പോൾ പോലും ഈ ഷൈൻ ടോം ചാക്കോയുടെ പേര് പറഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അവര് എന്താണ് പറയുക, അങ്ങനെ പറയേണ്ടിയിരുന്നില്ല, ഞാനത് പറയാൻ പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് പോലും എനിക്ക് ഭയം കൊണ്ടാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ഷൈൻ ടോം ചാക്കോയെ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അല്ലെ അദ്ദേഹത്തിന്റെ കുറ്റങ്ങൾ ഏറ്റു പറഞ്ഞതുകൊണ്ട് ആരെങ്കിലും വിൻസിക്കെതിരെ വരും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അഭിലാഷുള്ള നേരത്തെ പറഞ്ഞു വിൻസിക്ക് 1 വർഷമായിട്ട് പടം ഉണ്ടായിരുന്നില്ല. അത് ഇക്കാരണത്താലൊന്നുമല്ല. ഷൈൻ ടോം ചാക്കോ അങ്ങനെ ഒരാളുമല്ല, സിനിമയിൽ ഒരു വലിയ സ്റ്റാർഡം വഹിക്കുന്ന ആളൊന്നുമല്ല. പിന്നെ അദ്ദേഹം സിനിമയിൽ കൃത്യത പാലിക്കുന്നുണ്ടായിരുന്നു, എന്ത് അഭിനയത്തിലും അല്ലെങ്കിൽ സമയത്തെത്തുന്നതിലും ഒക്കെ. അതല്ലാതെ ഈ ലഹരി ഉപയോഗിക്കുന്നതുകൊണ്ട് സിനിമാ സെറ്റുകളിൽ മറ്റു ദോഷങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇപ്പോൾ പിതാവ് പറഞ്ഞു നാളെ 3 മണിക്ക് പോലീസിൽ ഹാജരാകും എന്ന് പറഞ്ഞു എന്ന് പറയുന്നു. മഞ്ജുഷാണല്ലോ ഇപ്പോൾ പറഞ്ഞു. ഈ പിതാവിനോടും മാതാവിനോടും ഞാൻ ചോദിക്കുകയാണ്, നിങ്ങളുടെ മകനല്ലേ? ആ ചെറുപ്പക്കാരനെ ഏതെങ്കിലും ഡി അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുപോയി ചികിത്സിച്ചുകൂടെ? നിങ്ങൾ വീണ്ടും സിനിമയിലേക്ക് തുറന്നു വിട്ട് ഒരു സമൂഹത്തിന് എന്തിനാണ് ആ മനുഷ്യനെ കൊണ്ട് ദോഷമുണ്ടാക്കുന്നത്? ഇത് ഞാൻ ആ മാതാപിതാക്കളോട് റിക്വസ്റ്റ് ചെയ്യാണ്. നിങ്ങൾ ആ മകനെ കൊണ്ടുപോയി ചികിത്സിക്കുക. നല്ല ചികിത്സ കൊടുത്താൽ തിരിച്ചു വരാൻ പറ്റും. അത് 3 or 6 മാസം ചികിത്സിച്ച് പിന്നീട് സിനിമയിലേക്ക് തിരിച്ചു വരട്ടെ. എന്തിനാണ് ഈ മൊത്തം ഒരു സമൂഹത്തെ മുഴുവൻ, അതായത് ഈ സിനിമ യൂണിറ്റിനെ അപമാനിക്കുന്ന തരത്തിൽ ഇയാൾ ഇങ്ങനെ പെരുമാറുന്നത്? അത് അയാളുടെ കുറ്റമല്ല, അയാൾ രോഗിയാണ് എന്ന് നേരത്തെ ഒരാൾ പറഞ്ഞതുപോലെ അയാൾ രോഗിയാണ്, ഇതിന് അഡിക്റ്റായിപ്പോയി. അങ്ങനെയാണെങ്കിൽ പലരെയും വിടേണ്ടി വരുമല്ലോ ശ്രീ ജോസ് തോമസ്. ഇവിടെ അഭിലാഷ് പിള്ളി അത് പറഞ്ഞു, ഈ 2 പേരുടെ പേര് മാത്രം പറഞ്ഞാൽ പോരാ, ഒട്ടേറെ ആളുകൾ ഉണ്ടെന്ന്. അല്ല, അങ്ങനെയുള്ളവർ ഇപ്പോ എന്താണ്, ശ്രീനാഥ് ഭാസിക്ക് ഇപ്പോ പഴയതുപോലെ സിനിമയുണ്ടോ? ഇല്ല, പലരും അകറ്റി നിർത്തിയിരിക്കുകയാണ്. ഇനിയും അകറ്റി നിർത്തപ്പെടും. ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു മലയാളത്തിൽ ഒരുപാട് ഹിറ്റുകൾ ചെയ്ത ഒരു ഹീറോ ഇപ്പോൾ വീട്ടിലിരിക്കുകയല്ലേ. അയാൾ ഈ രാസലഹരി ഉപയോഗിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. മദ്യപിക്കുകയും ഉഴപ്പുകയും സമയത്ത് സിനിമാ സെറ്റുകളിൽ ചെല്ലാതിരിക്കുകയും അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഇപ്പോൾ വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ സിനിമയിൽ നിരന്തരമായി ഇങ്ങനെ ഉപദ്രവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പിന്തള്ളപ്പെടും. ഇപ്പോൾ പല നടന്മാരും ഈ രാസലഹരി ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നവർ പലരും സിനിമകളില്ലാതെ വീട്ടിലിരിക്കുകയാണ്. അവരങ്ങനെ ഇരിക്കുമ്പോൾ പഠിക്കും. ഒരു കാലത്ത് എല്ലാവരും അങ്ങനെ ചേർത്ത് കൈകൊട്ടി കൊണ്ടു നടന്നതാണ്, ആഘോഷമായി കൊണ്ടു നടന്നതാണ്. ഇന്ന് പടമില്ലാത്ത അവസ്ഥ വരുമ്പോൾ അവരാലോചിക്കും ഞങ്ങൾ ചെയ്ത തെറ്റിനെ കുറിച്ച്. അതുണ്ടാവട്ടെ എന്നാണ് പറയുന്നത്. സംഘടനയ്ക്ക് ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ ഞങ്ങൾ കർശനമായ ഒരു തീരുമാനമെടുക്കും. ഈ ലഹരി അത് തെറ്റുകളിൽ എല്ലാവിധ അന്വേഷണങ്ങളും നടക്കട്ടെ. ഏത് പോലീസ് വന്നാലും ഞങ്ങൾക്ക് പ്രശ്നമില്ല. നിയമപാലകർ വന്ന് അന്വേഷിക്കട്ടെ. അല്ലെങ്കിൽ സെറ്റുകളിലേക്ക് വരുമ്പോൾ തന്നെ നേരത്തെ അങ്ങനെ ആയിരുന്നില്ല കേട്ടോ. ജോസ് തോമസ് പല സമയത്തും പോലീസും എക്സൈസും വരേണ്ട എന്നുള്ള നിലപാടെടുത്തിട്ടുള്ളവരാണ്. അല്ല, നേരത്തെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവാം. ഇപ്പോൾ ഇത്രയും കേസായ ഒരു സ്ഥിതിക്ക് ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല. ഏത് സെറ്റിലും വരട്ടെ, വന്ന് അന്വേഷിക്കട്ടെ. അങ്ങനെ കുറ്റം ചെയ്തവരെ കൊണ്ടുപോകട്ടെ, അറസ്റ്റ് ചെയ്യട്ടെ, അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കട്ടെ. ഞങ്ങളിത് ഒരു സംഘടനയുടെ ഭാഗത്ത് നിന്ന് പറയുകയാണ്, ഞങ്ങൾക്ക് ഇപ്പോൾ യാതൊരു പ്രശ്നവുമില്ല. ഏത് സെറ്റിലാണോ അങ്ങനെ സംഭവിക്കുന്നത്, ഏത് സെറ്റിലും വന്ന് അന്വേഷിക്കട്ടെ. ഇനി ഇപ്പോഴത്തെ എറണാകുളത്ത് ഒരു സിനിമ ഷൂട്ടിംഗ് തുടങ്ങിയിരിക്കുന്നു. നേരത്തെ വയനാട് എന്ന് പറയുന്ന ഒരു മേക്കപ്പ് ആനെ സപ്പോർട്ട് ചെയ്ത ഒരു സംവിധായകന്റെയാണ്. ഞാൻ പറയുന്ന പോലീസ് അന്വേഷിക്കട്ടെ, അന്വേഷിച്ച് കണ്ടെത്തട്ടെ, കണ്ടെത്തുന്നവരെ ശിക്ഷിക്കട്ടെ. ഞങ്ങൾക്ക് സംഘടനാപരമായി യാതൊരു എതിർപ്പുമില്ല. ഞങ്ങൾ ഇക്കഴിഞ്ഞ ദിവസവും ഇവിടുത്തെ എക്സൈസ് കമ്മീഷണറുമായി ഒരു വലിയ പൊതുസമ്മേളനത്തിൽ വെച്ച് അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങളുടെ ഏതെങ്കിലും സെറ്റിൽ ഇത്തരം ലഹരി ഉപയോഗമുണ്ടായാൽ കർശന നടപടി സ്വീകരിച്ച് അവരെ മാറ്റി നിർത്തും. എന്ന് വെച്ചാൽ അവരെ ജീവിതകാലം മുഴുവൻ ഒഴിവാക്കുമെന്നല്ല, അവർക്ക് ശിക്ഷ കൊടുക്കണം. ഒപ്പം ഇപ്പോൾ ഈ സൂത്രവാക്യം സിനിമയുടെ അണിയറ പ്രവർത്തകർക്ക്, സംവിധായകനും നിർമ്മാതാവിനുമൊക്കെ ഇങ്ങനെയുള്ള ഈ കാര്യത്തെപ്പറ്റി ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസിൽ പരാതി നൽകാമായിരുന്നതല്ലേ? കൊടുത്തില്ലല്ലോ. അല്ല,
ഈ ഇര എന്ന് പറയുന്ന വിൻസി അലോഷ്യസിന് കൊടുക്കാമായിരുന്നല്ലോ, എന്താ കൊടുക്കാതിരുന്നത്? ഞാൻ പറയുന്നത് അല്ല, അവർ തന്നെ കൊടുക്കണം നിർബന്ധമുണ്ടോ? അവർ ഇത്രയെങ്കിലും ഒരു പരാതി കൊടുക്കാൻ തയ്യാറായി. എന്തുകൊണ്ടാണ് ഈ പറയുന്ന അണിയറ പ്രവർത്തകർ എന്ന് പറയുന്നത് നിങ്ങളുടെ സംഘടനയിൽപ്പെട്ടവരുണ്ട്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽപ്പെട്ടവരുണ്ട്, അമ്മയിൽപ്പെട്ടവരുണ്ട്, എല്ലാ സംഘടനയിലും പെട്ടവരുണ്ടല്ലോ. അവിയലാണല്ലോ, ഒരാൾ തന്നെ പല സംഘടനയിലും ഉണ്ടാവും. ഒരു സംഘടനയിലും പരാതി കൊടുത്തില്ല, പോലീസിൽ പരാതി കൊടുത്തില്ല, എക്സൈസിൽ പരാതി കൊടുത്തില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നു? മഞ്ജുഷേ, ഇവരെന്നാണ് പരാതി കൊടുത്തത്? ഈ സിനിമ തീർന്ന് മാസങ്ങൾക്ക് ശേഷമല്ലേ ഇവർ പരാതി? ഞാൻ ചോദിച്ചത് അണിയറ പ്രവർത്തകർക്ക് എന്തുകൊണ്ട് കൊടുക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവിടെ വിൻസിക്കെതിരെ മാത്രമല്ലല്ലോ, ഈ നടന്റെ ശല്യം മറ്റുള്ളവർക്കെതിരെയും ഉണ്ടായല്ലോ. എന്തുകൊണ്ട് കൊടുക്കാൻ തോന്നിയില്ല? മറ്റുള്ളവർക്കെതിരെ ഉണ്ടായെന്ന് എനിക്കറിയില്ല. പക്ഷേ വിൻസി പറഞ്ഞത് എന്താണ്? വിൻസി അലോഷ്യസ് പറഞ്ഞത് ആ സിനിമ നിന്നു പോകുമോ എന്ന് ഭയപ്പെട്ടത് കൊണ്ടാണ് ഞാനത് ചെയ്യാതിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അല്ലല്ല, അങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ടും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതൊരു മറയാണ്. സിനിമയ്ക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളൊരു മറയാണ്. അതവിടെ കിടക്കും. ആ മറ മാറ്റണമെന്നാണ് ഞാൻ ശക്തമായിട്ട് പറയുന്നത്. വിൻസി അങ്ങനെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തീരുമാനിക്കാൻ പാടില്ലായിരുന്നു. ശരി, അഡ്വക്കേറ്റ് ആശാ ഉണ്ണിത്താൻ, വിൻസി ആയിരുന്നു അതിൽ തീരുമാനമെടുക്കേണ്ടത് എന്നാണ് ജോസ് തോമസ് പറയുന്നത്. അവരെ നേരെ നടന്നിട്ടുള്ള സെക്ഷൽ ഹറാസ്മെന്റിന് എപ്പോ പരാതി കൊടുക്കണം, എന്ന് പരാതി കൊടുക്കണം എന്നൊക്കെ അവർ തീരുമാനിക്കും. ഓക്കെ, കാരണം എനിക്ക് ചിലപ്പോൾ അതിൽ ട്രോമ ഉണ്ടാവാം, എനിക്ക് കൺസേൺ ഉണ്ടാവാം, എന്റെ ജോലി മുടങ്ങി പോകുന്നുള്ള കൺസേൺ ഉണ്ടാവാം, പലതുണ്ടാവാം. അതുകൊണ്ട് അവർ പരാതിപ്പെട്ടില്ല എന്നതൊരു കുറ്റമായി കണക്കാക്കണ്ട. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളുടെ സെറ്റിൽ അങ്ങനെ പരാതിപ്പെടാനുള്ള എന്ത് സംവിധാനങ്ങളുണ്ട്, ഇങ്ങനെ സംവിധാനമുണ്ട് എന്നും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറ്റമാണ് എന്നും നിങ്ങൾ അവിടെ സെറ്റിൽ വരുന്ന ആർക്കൊക്കെ, നിങ്ങൾ വരുന്ന നടന്മാരെ കൊണ്ട് നിങ്ങൾ എഴുതിക്കുന്നില്ലേ, ഒരു കരാറ് സൈൻ ചെയ്യിക്കുന്നില്ലേ, എഗ്രിമെന്റ് സൈൻ ചെയ്തിട്ടല്ലേ നിങ്ങൾ പൈസയുടെ കാര്യങ്ങളൊക്കെ പറയണേ. ആ എഗ്രിമെന്റിൽ എന്തുകൊണ്ട് സ്ത്രീകളുടെ നേരെ ഉപദ്രവങ്ങളരുത്, ട്രാൻസ്ജെൻഡേഴ്സിന് നേരെയുള്ള ഉപദ്രവങ്ങളരുത്, മനുഷ്യനെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളരുത്, നാർക്കോട്ടിക് ഡ്രഗ്സുകൾ അല്ലെങ്കിൽ ആൽക്കഹോൾ മറ്റു കാര്യങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, സെറ്റിന് പുറത്ത് ഉള്ള കാര്യങ്ങൾ ഒന്നും സെറ്റിന്റെ അകത്ത് നടപ്പിലാവില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ എഴുതി കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യിച്ചിട്ടില്ല. ഒന്ന്. രണ്ട്, ഇങ്ങനെ ഉപയോഗിക്കുന്നുണ്ട് സംശയം തോന്നുന്ന സമയത്ത് നിങ്ങൾക്ക് കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. ഒരാളുടെ പരാതി ഇല്ലെങ്കിലും പോലീസ് ഇൻഫോർമേഷൻ കൊടുക്കുകയും എക്സൈസ് ഇൻഫോർമേഷൻ കൊടുക്കുകയും അവർ വരികയും ചെയ്യാം. വിൻസിയുടെ നേരെ നടത്തിയ ഉപദ്രവം പോലും കോഗ്നൈസബിൾ ഒഫൻസ് ആണ്. പരാതി ഇല്ലാതെ തന്നെ നടപടി എടുക്കാവുന്ന കുറ്റകൃത്യമാണ്. നേരത്തെ ശ്രീത്ത് പണിക്കർ സംസാരിച്ചല്ലോ, FIR ഉണ്ടോ, 41 നോട്ടീസ് കൊടുത്ത് പോലീസ് വിളിപ്പിച്ചത് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് ഉണ്ടെന്നുള്ള അറിവ് കിട്ടിയതിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്ത്രീയുടെ നേരെ നടത്തിയ ഒരു സെക്ഷൽ ഹറാസ്മെന്റിലാണ്, കോഗ്നൈസബിൾ ഒഫൻസ് ആണ് 79 BNS പ്രകാരം. അതുകൊണ്ട് തന്നെയാണ് അവര് എതിർകക്ഷിയുടെ പേര് പോലും പറയാൻ താല്പര്യപ്പെടാത്ത ഒരാള് അവനവന്റെ പേര് പറയാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ പിന്നെ നമ്മൾ അവരുടെ പേര് പറയണം. എന്തുകൊണ്ടാണ് സ്ത്രീകളുടെ പേര് പറയാത്തത് വെച്ചാൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടി മാത്രമാണ്. ആ സ്ത്രീകളുടെ പേര് കണ്ട് നമുക്ക് ആസ്വദിച്ചിട്ടൊന്നും കിട്ടാനില്ല. നോക്കൂ, നിങ്ങളുടെ സിനിമാ സെറ്റുകളിൽ ഞാൻ ജോലി എടുക്കുന്ന കോളേജ്, ഞാൻ പഠിക്കുന്ന സ്കൂള് തുടങ്ങിയ സ്ഥലങ്ങളിൽ പണ്ട് പോലീസേ വരാൻ പാടില്ലായിരുന്നു. ഇന്ന് പോലീസ് വരും. ഞാൻ താമസിക്കുന്ന വീടിന്റെ എന്റെ ബെഡ്റൂമിന്റെ അകത്തേക്ക് പോലീസ് വരാൻ സാധിക്കും. ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരമോ അതല്ലെങ്കിൽ അവിടെ നടക്കുന്ന മറ്റ് ഒഫൻസുകൾ പ്രകാരമോ വരാൻ സാധിക്കും. പിന്നെ എന്താണ് സിനിമാ സെറ്റിനും മറ്റ് അവർ താമസിക്കുന്ന വീടുകൾക്കും കൊട്ടാരങ്ങൾക്കൊക്കെ എന്താ പറയാ അൺഈക്വാലിറ്റി ആണുള്ളത്? നമ്മളൊക്കെ സമന്മാരാണെങ്കിൽ അവർ കൂടുതൽ സമന്മാരാവില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ കൃത്യമായി പ്രവർത്തിക്കേണ്ടത് പോലീസാണ്, എക്സൈസ് ആണ്. നേരത്തെ എല്ലാവരും ഇരുന്നിട്ട് ഗവൺമെന്റുകളെ കുറ്റം പറയേണ്ടത്. അതെ, ഗവൺമെന്റ് തന്നെയാണ്. ഈ ഗവൺമെന്റ് നിങ്ങൾ ഭരിക്കുമ്പോൾ നിങ്ങളുടെ ഗവൺമെന്റ്, ഞങ്ങൾ ഭരിക്കുമ്പോൾ ഞങ്ങളുടെ ഗവൺമെന്റ്, പിന്നെ കേന്ദ്രത്തിലുള്ള ഗവൺമെന്റ്, അവിടെയും ഉണ്ട് സെൻട്രൽ എക്സസൈസ്. അപ്പോ എല്ലാവർക്കും ഉണ്ട് സെൻട്രൽ എക്സസൈസ്. അപ്പൊ എല്ലാവർക്കും ഉണ്ട് എന്താ പറയാ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സും എക്സിക്യൂട്ടീവ് മെഷീനറീസും. ഓരോ പൗരന്റെയും കടമയുമാണ് ഇതൊക്കെ അറിയിക്കേണ്ടതും. പക്ഷെ നമ്മൾ ഇവിടെ നിന്നിട്ട് പറയുന്നത് അവര് പറഞ്ഞില്ല, ഇവര് പറഞ്ഞില്ല. അവര് വിക്ടിം ആയതും പോരാ, ഇനി അവിടെ നിന്ന് വിക്ടിം ബ്ലെയിമിംഗ്. ശരിയാണ്. സിനിമാ സെറ്റിൽ നിന്ന് ആർക്കും പരാതി പറയുവാൻ തോന്നിയില്ല. അവിടെ വിൻസി അലോഷ്യസ് പറഞ്ഞപ്പോൾ അവർ വൈകിയാണ് പറഞ്ഞത്. അവരെന്തുകൊണ്ട് തന്നോട് മോശമായി പെരുമാറിയ ആളുടെ പേര് പറയുന്നില്ല എന്നീ ചോദ്യങ്ങൾ വരുന്നു. ശ്രീ AK സന്തോഷ്, ഇങ്ങനെയാണോ കാര്യങ്ങളെ കാണേണ്ടത്? സിനിമാ രംഗത്ത് ഇപ്പോൾ ആ സൂത്രവാക്യം സിനിമയുടെ സെറ്റിലെ നിർമ്മാതാവിനും സംവിധായകനും ഒക്കെ ഒരു ഉത്തരവാദിത്വം ഇല്ലായിരുന്നോ? ആ സംവിധായകൻ മാപ്പ് പറഞ്ഞു എന്നാണ് കേട്ടത് ഈ ഷൈൻ ടോം ചാക്കോയുടെ മോശം പെരുമാറ്റത്തിൽ വിൻസിയോട്. എന്തുകൊണ്ട് ആ സമയത്ത് പോലീസിനെ അറിയിച്ചില്ല?
മഞ്ജുഷ് കേൾക്കാമോ? കേൾക്കാം. മഞ്ജുഷ്, ഇതാണ് പറയുന്നത്, സിനിമ എന്ന് പറഞ്ഞ ഒരു ബിസിനസ്, അത് വളരെ ചുരുക്കം സമയത്ത് വളരെയധികം പണം ഇൻവെസ്റ്റ് ചെയ്ത് വളരെ ചുരുക്കം കൊണ്ട് ഇതിന്റെ വിധി അറിയുന്ന ഒരു ബിസിനസ്സാണ്. പലപ്പോഴും അത് നിന്ന് പോയാൽ, ഒരു മണിക്കൂർ നിന്ന് പോയാൽ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ അറിയാം. അപ്പോ ഒരു വിൻസിയോ അല്ലെങ്കിൽ വേറൊരു വിൻസിയോ ഒരു കംപ്ലൈന്റ് പറയുമ്പോൾ അതിന്റെ സംവിധായകന്റെ ചിലപ്പോൾ ആദ്യ സിനിമയായിരിക്കാം, അയാളുടെ സ്വപ്നമായിരിക്കാം, നിർമ്മാതാവിന്റെ പണം ഡെമോക്രസിന്റെ വാള് പോലെ അയാളുടെ ശിരസിന് മുകളിൽ കിടക്കുകയാണ്. അവര് പറയും, മോളെ ഞാൻ നിന്റെ കാല് പിടിക്കാം, ഇത് നിർത്തരുത്, അയാൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായി, നമ്മുടെ കുടമ്പുട, ഇതൊക്കെ ഒരു കൺസെന്റ് ആണ്. പക്ഷെ ഇതൊക്കെ നമ്മൾ എടുക്കണോ എന്നുള്ളത് അത് നിയമത്തിന് മുമ്പിൽ ഇതിനൊരു പ്രശ്നമില്ല. ഞാൻ അത്ര ഊണ്ടടാകട്ടുണ്ടെങ്കിൽ എനിക്ക് നീതി കിട്ടണം എന്നുള്ളത് എന്റെ റൈറ്റാണ്. അപ്പോൾ ഞാൻ ഇതുകൊണ്ടാണ് ഈ പറയുന്നത്, ഇവിടെ പലപ്പോഴും നമ്മളെ ചുറ്റും നിന്ന് കുടുംബക്കാർ വരെ, അച്ഛനും അമ്മയും വരെ, മോളെ വേണ്ട, ഇത് പിച്ച നമ്മളൊന്ന് കയറി വന്നതുള്ളൂ, കടങ്ങളുണ്ട്, ഇങ്ങനെയുള്ള നമുക്കും നല്ലൊരു ജീവിതം വേണം, ഇത് നീ സഹിക്കുക, സാരമില്ല, എത്രയോ പെണ്ണുങ്ങൾ ഇങ്ങനെ സഹിക്കുന്നു, ഇതൊക്കെ ഇതിന് ഘടകങ്ങളാണ് മഞ്ജുഷ്. അപ്പൊ പോലീസിനെ നമ്മൾ കുറ്റം പറയുന്നു. പോലീസിന് എന്ത് ചെയ്യാൻ പറ്റും? ശക്തമായ ഒരു എവിഡൻസും ഒരു ഇതില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? പോലീസ് നാളെ ഷൈൻ ടോം ചാക്കോനെ ഫോളോ ചെയ്തുകൊണ്ട് സ്വിമ്മിംഗ് പൂളിലോട്ട് ചാടി കാലുപിടിച്ചിട്ടുണ്ടെങ്കിൽ ആര് സമാധാനം പറയും? അയാളെ ഓടി രക്ഷപ്പെടും, അയാൾക്കതൊരു പ്രശ്നമേ ഇല്ല. അപ്പോ അവർക്കും നാളെ അവർ ഉത്തരം പറയേണ്ടി വരും, അവരുടെ ജോലി പ്രശ്നത്തിലാവുന്ന കാര്യങ്ങളാണ്. അപ്പൊ ശക്തമായി കൂടെ നിയമത്തിന്റെ കൂടെ പോലീസിനോട് നിൽക്കാൻ അതിന് സംഘടനകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. സംഘടനകൾക്കൊക്കെ പരിധിയുണ്ട്. അവിടെ പരിധി ഇല്ലാത്തത് നിയമത്തിന് മാത്രമേ ഉള്ളൂ. ആ പരിധി ഇല്ലാതെ സിനിമാ സംഘടനകൾക്ക് ചെയ്യാനുള്ളത് അത് മുൻപ് ചെയ്ത് കാണിച്ചിട്ടുള്ളതാണ്. അവർ അതേ ചെയ്യുവാൻ അവർക്ക് പ്രാപ്തിയുള്ളൂ എന്നും തെളിയിച്ചതാണ്. ഇപ്പോൾ നടൻ തിലകനെ ബഹിഷ്കരിച്ചിരുന്നു. സംവിധായകൻ വിനയനെതിരെയുള്ള നടപടി. ഇങ്ങനെ സംഘടനകളെ ആരെങ്കിലും വിമർശിച്ചാൽ അവർക്കെതിരെ നടപടി, താരങ്ങളെ ആരെങ്കിലും വിമർശിച്ചാൽ അവർക്കെതിരെ നടപടി. പക്ഷേ ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് സെറ്റിൽ വന്ന് എന്ത് തോന്നിവാസം കാണിച്ചാലും ആരും ചോദിക്കാനില്ല. ആരെങ്കിലും ചോദിച്ചാൽ തന്നെ അങ്ങനെ ചോദിക്കുന്നയാളെ കൊണ്ട് പരാതി പിൻവലിപ്പിക്കുവാനുള്ള ശ്രമമാണ് ഇപ്പോൾ മലയാള സിനിമയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കഷ്ടമെന്ന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. ശ്രീ കെ സന്തോഷ്, ഒരു സെക്കൻഡ്, ആ നമ്മുടെ ശ്രീനാഥ് ബാസി കഞ്ചാവ് ചോദിച്ച് ബുദ്ധിമുട്ടിച്ചു എന്ന് പറഞ്ഞ സംവിധായകന്റെ വോയിസ് ഞാൻ കേട്ടു. അതിൽ അയാൾ പറയുന്നത് നിർമ്മാതാവായിരുന്നു അദ്ദേഹം, അസിസ്റ്റന്റ് സെറ്റിലുണ്ടായിരുന്നു. ആ അസിസ്റ്റന്റ് വിളിച്ച് ഈ കാര്യം പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞ വാക്കാണ്, നീ അയാളെ ദേഷ്യപ്പെടുത്തണ്ട, എങ്ങനെയെങ്കിലും സ്ഥലത്ത് വിളിച്ചു നോക്കി, കിട്ടിയില്ല എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കും എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് നമ്മുടെ വീട്ടില് നമ്മുടെ ഭാര്യയോ പെങ്ങളെയോ കല്യാണം കയറി പിടിച്ചു വരുന്നതോട് നമ്മൾ ആ വാക്ക് പറയൂ? ഇല്ല. ഇവിടെ പണം, അയാൾ പിണങ്ങിപ്പോയാൽ ആ പണം നിൽക്കും, അയാളുടെ പലിശ പോകും, അയാളുടെ ജീവിതം പോകും എന്ന്, ഇതൊക്കെ ഇതിൽ ഘടകങ്ങളാണ്. ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ഷൈൻ ടോം ചാക്കോയെ പോലീസ് രക്ഷപ്പെടുത്തുന്നു, അതെ എന്ന് 83% പ്രേക്ഷകർ, അല്ല എന്ന് 12%. വേണ്ടിപ്പേര് അവസാനിക്കുന്നു. നന്ദി.